എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം തിരുവല്ല യൂണിയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന 15ാമത് മണക്കിച്ചിറ ശ്രീനാരായണ കൺവെൻഷൻ്റെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ളവർ, ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ KN രവീന്ദ്രൻ ചേട്ടന്, ഏറ്റവും ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ KK രവിച്ചേട്ടന്, എഴുമറ്റൂര് തിരുവല്ല യൂണിയൻ്റെ ഇൻസ്പെക്ടർ കൂടിയായ ശ്രീ രവിച്ചേട്ടന്, ബിജു ചേട്ടന്, അനിലിയേട്ടന്, വേദിയിലുള്ള മറ്റ് മഹനീയ വ്യക്തിത്വങ്ങളെ, സഹോദരിമാരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഗുരുജനങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. എനിക്കിതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ പ്രാപ്തനല്ല. വളരെ പ്രസക്തരായ വ്യക്തിത്വങ്ങൾ വന്ന് പ്രഭാഷണം നടത്തുന്ന ഈ വേദിയിൽ ഈ എളിയ എനിക്കൊരു അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുകയാണ്. കാരണം എൻ്റെ വിഷയം അവതരിപ്പിക്കാൻ സാധാരണ ആൾക്കാരങ്ങനെ വിളിക്കാറില്ല. കാര്യം ആർക്കും താല്പര്യമുള്ള വിഷയമല്ല ഈ ജൈവ വൈവിധ്യം എന്നൊക്കെ പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് അതിന് പ്രസക്തി വളരെ ഏറെയുള്ളതാണ്. എന്നാൽ ആൾക്കാരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. ഇന്ന് ഇവിടെ ഈ കലിയുഗത്തിലെ ഒരു പക്ഷെങ്കിൽ അവസാനത്തെ ഋഷിവര്യനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞ് നിൽപ്പുണ്ട്. മറ്റ് മതസ്ഥരുടെ ഒരു കൺവെൻഷൻ ആയിരുന്നെങ്കിൽ ഈ പ്രദേശം മൊത്തം ആൾക്കാരായിരുന്നു. നമ്മുടെ ഹൈന്ദവരുടെ മൂല്യച്യുതിയാണ് ഇത് കാണിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും മറ്റുള്ള പല കൺവെൻഷനെ അപേക്ഷിച്ച്, ഹിന്ദുക്കൾ നടത്തുന്ന കൺവെൻഷനെ അപേക്ഷിച്ച് ഈ മണിക്കച്ചിറ കൺവെൻഷന് പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ഭാരവാഹികൾ ഗ്രാമാന്തങ്ങളിൽ, ഈ തിരുവല്ല യൂണിയൻ മാത്രമല്ല മറ്റുള്ള പ്രദേശത്തു കൂടി ഇതിൻ്റെ പ്രചരണം എത്തിച്ച് അവിടെ നിന്നൊക്കെ ധാരാളം ആൾക്കാരെ ഇവിടെ എത്തുന്നുണ്ടെന്നുള്ള ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞാനത് അനിലിയേട്ടനോടും ഒക്കെ ബിച്ചേട്ടുമായിട്ടൊക്കെ ഞാൻ പങ്കുവെക്കാറുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും മൂല്യച്യുതി അല്ലാതെ യാതൊന്നും നമുക്ക് കാണുവാനില്ല. രാവിലെ പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ദൃശ്യമാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാലും, സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മണിമലയാറ്, ഈ 3 നദികളാണ് നമ്മുടെ ഈ പത്തനംതിട്ടയിലൂടെ ഒഴുകുന്നത്. ഒന്ന് മണിമലയാറാണ്, മറ്റേത് പുണ്യനദിയായ പമ്പയാണ്, അപ്പുറത്ത് അച്ചൻകോവിലാറ്. അങ്ങനെ 3 നദീതടത്തിൻ്റെ സംസ്കാര സമ്പന്നതയാണ് ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഇന്ന് നമുക്ക് കാട്ടിക്കൊടുക്കാവുന്ന റിവർ ബേസ്ഡ് കൾച്ചർ, നദീതട സംസ്കാരം. അത് എന്തെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഈ ശബരിമല തൊട്ട് അങ്ങ് ചെന്നിത്തല വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നദീതട സംസ്കാരയുടെ സമ്പന്നത ഈ പ്രദേശത്തല്ലാതെ ലോകത്തെങ്ങും കാണാനായിട്ട് സാധിക്കുകയില്ല. അത്ര ജൈവ വൈവിധ്യം നിറഞ്ഞ ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. അത് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ശബരിമല തൊട്ട് അങ്ങ് ചെന്നിത്തല വരെ ഉള്ളത്. നമ്മുടെ മൂല്യച്യുതിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്, രാവിലെ നമുക്കറിയാം, ഇന്നലെ കണ്ടില്ലേ, ഒരു പുരുഷനും സ്ത്രീയും 2 പേരും വിവാഹിതരാണ്, സ്വയമായിട്ട് ട്രക്കിനെ വണ്ടി ഇടിപ്പിച്ച് മരിച്ചു അല്ലേ? എത്ര കഷ്ടത നിറഞ്ഞ ജീവിതത്തിലൂടെയാണോ നാം പോകുന്നതെന്ന് മനസ്സിലാക്കണം. മകൻ അച്ഛനെ കൊല്ലുന്നു, അച്ഛൻ മകനെ കൊല്ലുന്നു, 4 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു, 82 വയസ്സുള്ള മുത്തച്ഛിയെ പീഡിപ്പിക്കുന്നു, പാമ്പിനെ കൊണ്ട് ഭാര്യയെ കൊത്തിച്ചു കൊല്ലുന്നു. പണ്ട് അരവിന്ദാക്ഷമേനൻ്റെ ബാലയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പാമ്പിനെയൊക്കെ കൊണ്ടുവന്ന് മുറിക്കകത്തൊക്കെ വീഡിയോ ഒക്കെ ചെയ്തു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നമുക്കിവിടെ നമ്മുടെ കൺമുമ്പിൽ കണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്, ചിന്തിക്കേണ്ടതാണ് നമുക്ക്. ദ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ ഭാരതത്തിലെ ഏറ്റവും സമ്പന്നമായ സംസ്കാര സമ്പന്നത ഏറ്റവും കൂടുതൽ നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള കേരളത്തെ ഇന്ന് ഡെവിൾസ് ഓൺ കൺട്രി ആയിട്ടാണ് പലരും വിശേഷിപ്പിക്കുന്നത്. അത്ര അനീതി നടക്കുന്ന, ശാന്തിയും സമാധാനമില്ലാത്ത, എവിടെ നോക്കിക്കഴിഞ്ഞാലും രോഗാവസ്ഥയിലുള്ള എല്ലാ കുടുംബങ്ങളിലും രോഗാവസ്ഥ, പരസ്പരം കലഹിക്കുന്ന, പരസ്പരം സ്നേഹമില്ലാത്ത, 1 നൂറ്റാണ്ട് മുമ്പേ
ആ സന്യാസി വര്യൻ പറഞ്ഞു, കൽക്കട്ടക്കാരൻ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. അക്ഷരാർത്ഥത്തിൽ കേരളം ഒരു ഭ്രാന്താലയമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ തലത്തിൽ, ആധ്യാത്മിക തലത്തിൽ, ആ ഭൗതിക തലത്തിൽ നമ്മൾ എവിടാണ് നമുക്ക് മൂല്യച്യുതി സംഭവിച്ചത്? ആധ്യാത്മിക തലത്തിൽ കൂടെയുള്ള വിദ്യാഭ്യാസം മാത്രമേ നമുക്ക് ഭൗതിക തലത്തിലേക്ക്, ആധ്യാത്മികത ആദ്യം വേണം. ആധ്യാത്മികതയിലൂടെയുള്ള വിദ്യാഭ്യാസം, അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഭൗതിക തലത്തിൽ നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ന് ആധ്യാത്മികത, നമ്മുടെ ഈശ്വരവിശ്വാസം നമ്മൾ കൈയൊഴിഞ്ഞ് സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ മനസ്സിലാക്കാതെ അതിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്ന ഒരു വിഭാഗമായി നമ്മുടെ ആൾക്കാർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ കാലയളവിൽ ഇതുപോലുള്ള കൺവെൻഷനുകൾ തീർച്ചയായിട്ടും നമുക്ക് പ്രചോദനമേകുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അത് മാതൃകാപരമായിരിക്കും. അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇതുപോലുള്ള സത്സംഗങ്ങളൊക്കെ, പ്രഭാഷണങ്ങളൊക്കെ സഹായകരം ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയാണ് വിഷയം. ഇച്ചിരി സ്പീഡിൽ ഞാൻ പോകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ സൂചിപ്പിച്ചു അനിലിയേട്ടന്, ഇതെൻ്റെ ജീവിത അനുഭവം പറഞ്ഞും കേട്ടും യാത്ര ചെയ്തതിൽ നിന്നും എനിക്ക് ലഭിച്ച അറിവ് നിങ്ങൾക്ക് കൂടി തരുവാനൊരു അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ജൈവ വൈവിധ്യം ഗോമാതാവിലൂടെ, ഇവിടെ നമ്മുടെ രാജൻചേട്ടൻ പറഞ്ഞത് പശുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. 33 കോടി ദേവതകളും കുടികൊള്ളുന്ന ഒന്നാണ് നമ്മുടെ പശു. അതാണ് വിശ്വമാതാവെന്നതിനെ പശുവിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് വൈകിപ്പോയി. 1757 ഭാരതത്തിലെ ആദ്യത്തെ അറവുശാല തുടങ്ങിയത്. 1757, അത് ബംഗാളിലാണ്, കൽക്കട്ടയിൽ. ഒരു ദിവസം ആവറേജ് 4000 തൊട്ട് 6000 വരെ പശുക്കളെ അറുത്ത് അതിൻ്റെ മാംസം ബ്രിട്ടീഷുകാർ ഭക്ഷിക്കുകയും ഇവിടുന്ന് കയറ്റുമതിയും ചെയ്യുമായിരുന്നു. അങ്ങനെ അന്ന് തൊട്ട് ഇങ്ങോട്ട് വന്ന മൂല്യച്യുതി നമ്മുടെ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് നമ്മുടെ പശുക്കളെ കൊന്ന് തിന്ന് അതിൻ്റെ രക്തം കൽക്കട്ടയിൽ ഒഴുകിയതുപോലെ ഈ കേരളത്തിലും ഒഴുകി അതിൻ്റെ ശാപമാണെന്ന് മലയാളി മക്കൾ അനുഭവിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, കൽക്കട്ട കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പശുവിനെ കൊന്നു തിന്ന സ്ഥലം ഈ കേരളമാണ്. അതിൻ്റെ ശാപമാണ്. ആ ശാപത്തിന് പരിഹാരം കാണണം. അതിന് പരിഹാരം ചെയ്യാതെ ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ആ രക്തം ഈ മണ്ണിലേക്ക് വീണു, മണ്ണ് മലിനസമായി. നമ്മുടെ പശുക്കളെ, നമ്മുടെ വിശ്വമാതാവിനെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അകറ്റി, നമ്മുടെ പരമ്പരാഗതമായ കൃഷി സമ്പ്രദായ രീതിയിൽ നിന്ന് നമ്മളെ അകറ്റി, രാസവളവും കീടനാശിനിയുമൊക്കെ നമ്മുടെ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ്, നമ്മുടെ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള കൃഷി സമ്പ്രദായ രീതിയിൽ നിന്ന് നമ്മളെ അകറ്റി 1963, 64, 65 കാലഘട്ടങ്ങളിൽ ഭാരതത്തിന് പുറത്തു നിന്നുള്ള HFA ജേഴ്സി ഇതിയായ പശുക്കളെ, ഹോസ്റ്റിൻ പോലുള്ള പശുക്കളെ, ഹൈബ്രിഡ് പശുക്കളെ ഇറക്കുമതി ചെയ്ത് നമ്മുടെ നാടിൻ്റെ സമ്പത്തായ, നാടിൻ്റെ ജൈവ വൈവിധ്യത്തെ കാത്തു രക്ഷിച്ചിരുന്ന നമ്മുടെ നാടൻ പശുക്കളെ കൊന്ന് തിന്ന് നമ്മുടെ കാളകളുടെയൊക്കെ വരിയെടുത്ത് കാളകളെ നമ്മുടെ വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ അതിനെതിരെ കേസ് വരെ എടുക്കാനുള്ള നിയമനിർമ്മാണം വരെ നടത്തിയ ഒരു സ്റ്റേറ്റാണ് കേരളം. ഇവിടുത്തെ മാറി മാറി ഭരിച്ച ഭരണകർത്താക്കളാണ് അത് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഏറെ സങ്കടമുണ്ട്. അതിൽ നിന്ന് ആ പശുക്കളെ കുറച്ചെങ്കിലും ഇന്ന് നാടൻ പശുക്കളെ നമുക്കിന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരായ, ഇവിടെ രാജൻ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, രാജൻ ചേട്ടൻ്റെ നിരണം രാജൻ ചേട്ടൻ്റെ അയൽവക്കക്കാരാണ് ഡോക്ടർ ശോശാമ്മ മാഡം, ഡോക്ടർ ശോശാമ്മ അയ്പ്. അവർ വെറ്റിനറി സർവകലാശാലയിലെ പ്രൊഫസറായിട്ട് റിട്ടയർഡ് ആയതാണ്. അവർ ജീവിച്ചിരുന്നുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ന് നമ്മുടെ വൈക്കത്ത് വെച്ചൂരെന്ന് പറയുന്ന ആ പശുക്കളെ സംരക്ഷിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ പത്തനംതിട്ടക്കാർ വേണ്ടി വന്ന് കേരളത്തിൻ്റെ സമ്പത്തായ ജൈവ വൈവിധ്യത്തെ നിലനിർത്തുന്ന നമ്മുടെ നാടൻ പശുവിൻ്റെ അവസാനത്തെ കണ്ണിയായ വെച്ചൂർ പശുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവരെ വധിക്കുവാനും അവരോടൊപ്പം നിന്നവരെ മർദ്ദിക്കുകയും അവർ വെച്ച തൊഴുത്തിന് തീ വെക്കുകയും ഇവിടുത്തെ ഭരണകർത്താക്കൾ ചെയ്തു. പക്ഷെങ്കിൽ അവർ കാരണം ഇന്ന് ഏതാണ്ട് 2000-ഓളം വെച്ചൂർ പശു ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അതിൻ്റെ വംശം നശിക്കാതെ അതിനെ കാത്തുരക്ഷിക്കുവാനായിട്ട് ഡോക്ടർ ശോശാമ്മയ്പിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയ്ക്ക് സാധിച്ചു. അത് ഈശ്വര നിയോഗമെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ അതിനപ്പുറമോ
യുഗയുഗങ്ങളായിട്ടുള്ള ഭാരതത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ഈ നാടിൻ്റെ അന്നത്തെ ഭരണകർത്താക്കള് സ്വർണ്ണ കിരീടം, സ്വർണ്ണ നാണയങ്ങള്, സ്വർണ്ണ സിംഹാസനം, സ്വർണ്ണ തേര്, എത്ര ആഭരണങ്ങള്, രത്നങ്ങള്, വൈരൂഢ്യം, എത്രയെല്ലാം സമ്പത്ത് നമുക്കുണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഏതാണ്ട് ഫാക്ടറികളുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ഏതെങ്കിലും ഫാക്ടറികൾ അന്നുണ്ടായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അന്ന് ഇന്ന് കാണുന്ന യാതൊരു മാനുഫാക്ചറിങ് യൂണിറ്റുകളും ഇല്ലായിരുന്ന കാലത്ത് പോലും ഭാരതം സമ്പന്നതയുടെ ഏറ്റവും ടോപ്പിലായിരുന്നു എന്നുള്ളതാണ്. 1914 ഒരു ഇന്ത്യൻ രൂപ കൊടുക്കുമ്പോൾ നമുക്ക് $3 അമേരിക്കൻ ലഭിക്കുമായിരുന്നു. 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം 1:1 ആയി. ഒരു ഇന്ത്യൻ രൂപ ഒരു അമേരിക്കൻ ഡോളർ. ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ 83 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിന്ന് $1 ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ 10,000 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ സമ്പത്ത്, അല്ലെങ്കിൽ 1000 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1000 വർഷങ്ങൾക്കപ്പുറത്ത് വൈദേശികർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് ചിന്തിക്കണം. ഇവിടുത്തെ ധനം കൊള്ളയടിക്കാനാണ്. നമ്മുടെ സമ്പത്ത് മൊത്തം കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ച്, പൈതൃകത്തെ നശിപ്പിച്ച്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത്, നമ്മുടെ ജീവിത ശൈലിയിലേക്ക് അവർ മാലിന്യം കലർത്തിയിട്ടാണ് 1947 ഇവിടുന്ന് യാത്രയായത്. അന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1946 ഡിസംബർ മാസം, ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, അന്ന് മൗണ്ട് ബാറ്റൺ പ്രഭുവും ഗാന്ധിജിയും കൂടെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. അതായത് ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൽ നടപ്പാക്കാൻ പോകുന്ന ആദ്യത്തെ സംഭവം, ആദ്യം എന്താണ് അങ്ങ് ചെയ്യാൻ പോകുന്നത് ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത്, ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവിടുത്തെ ഗോവധം നിരോധിക്കുമെന്നാണ്. ഭാരതത്തിലേക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വിശ്വമാതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആ ഗോക്കളെ വധിക്കുന്നത്, നിരോധിക്കുന്ന നിയമമായിരിക്കും ഞാൻ ആദ്യം നടപ്പിലാക്കുക എന്നാണ് നമ്മുടെ ഗാന്ധിജി എന്ന് പറഞ്ഞത്. ഇന്ന് ആ ഗാന്ധിയൻ സൈദ്ധാന്തികര്, ആ ഗാന്ധിയൻ ഇസം വെച്ച് പുലർത്തുന്നവർ ഇന്ന് ആ പശുക്കളെ കൊന്ന് അതിൻ്റെ ഇറച്ചി തിന്ന് വീണ്ടും വീണ്ടും പാപികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1947 ശേഷം മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഗാന്ധിജി എന്താണോ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ മരണശേഷം പോലും അത് നടപ്പാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അങ്ങനെ പിൽക്കാലത്ത് മാറി മാറി വന്ന് 1965 വീണ്ടും നമ്മുടെ നാട്, ഞാൻ സൂചിപ്പിച്ചു, വിദേശത്തുനിന്ന് ഇറക്കുമതി നമ്മുടെ നാടൻ പശു സമ്പത്തുകളെല്ലാം ഇല്ലായ്മ ചെയ്ത് 1970 കാലമായപ്പോഴത്തേക്ക് വിദേശത്തുനിന്ന് നമ്മൾ രാസവളവും കീടനാശിനിയും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ബോംബ് നിർമ്മിച്ചിരുന്ന ഫാക്ടറികളിൽ രാസവളമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഭാരതത്തിലേക്ക് കടന്നു വന്ന് ബോംബെയിലും പൂനെയിലുമൊക്കെ നിരവധി കീടനാശിനികൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ സ്ഥാപിച്ച് നമ്മുടെ കർഷകരുടെ വിദ്യാസമ്പന്നരല്ലാത്ത പാവം പിടിച്ച സാധാരണ ഗ്രാമത്തിൽ വസിച്ചിരുന്ന കർഷകർക്ക് ആ രാസവളവും കീടനാശിനിയും കൊടുത്ത് ഈ മണ്ണിലേക്ക് അത് വലിച്ചെറിയിപ്പിച്ച് ആ കൃഷിയിലേക്ക് അവരെ അടിമയാക്കി രാസവള കീടനാശിനി ഉപയോഗിച്ചുള്ള കൃഷി സമ്പ്രദായ രീതിയിലേക്ക് നമ്മളെ തള്ളിവിട്ടു. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന എല്ലാ ജില്ലയിലും മുക്കിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. രോഗത്തിനടിമയായിരിക്കുകയാണ്. പഞ്ചാബിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ തന്നെ ക്യാൻസർ പേഷ്യൻ്റ് മാത്രമേ അതിൽ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്യാൻസർ പേഷ്യന് വേണ്ടിയിട്ട് മാത്രം ഒരു ട്രെയിൻ തന്നെ പഞ്ചാബിൽ നിന്ന് ഡൽഹിക്ക് വരികയാണ്, കിംസിലേക്ക്. പഞ്ചാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിൽ ഇപ്പം കുട്ടനാട്ടിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീട്ടിലും ഇപ്പം മാറാ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുക. നമ്മളെ കാർന്ന് തിന്നുന്ന എത്ര രോഗങ്ങളാണ്. ക്യാൻസർ, ഒബേസിറ്റി, അൽഷിമസ്, ഓട്ടിസം, കിഡ്നി അടിച്ചു പോകുന്നു, ലിവറിന് പ്രശ്നം, മാനസിക വിഭ്രാന്തി എല്ലാം നമ്മളിലേക്ക് കടന്നു വന്നത് ഈ വിശ്വമാതാവിനെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്നകറ്റിയോ അന്ന് തുടങ്ങി ഈ പ്രശ്നം. നമ്മുടെ എല്ലാം വീടുകൾ, നമ്മുടെ എല്ലാം പൂർവികർ കാർഷിക വൃത്തിയിലൂടെ അല്ലായിരുന്നു നമ്മളെ പോറ്റിയിരുന്നത്. നമ്മുടെ പൂർവികരനി അല്ല, നമ്മുടെ അപ്പൂപ്പന്മാർ അധ്യാപകനായിക്കോട്ടെ, അവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ, പക്ഷെങ്കിൽ അവർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മണ്ണിലേക്ക് വെളുപ്പിന് ആ നിലാവത്തിറങ്ങി തൂമ്പയുമായിട്ട് ഇറങ്ങി നമ്മുടെ ഭൂമി വെട്ടിക്കിളച്ച് ചാണകവും ചാരവും ഒക്കെ ഇട്ടുള്ള കൃഷി സമ്പ്രദായ രീതി, അവർ കൃഷി ഇറക്കിയിട്ട് അതിന് വേണ്ടുന്ന പരിചരണം കൊടുത്തിട്ട് മാത്രമായിരുന്നു അന്ന് അവർ ഔദ്യോഗിക ഡ്യൂട്ടിയിലേക്ക് പോയിരുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ.
ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ആ വീട്ടിലെ ഒരു മകനോ മകളോ വളർന്ന് വലുതായി വിദേശത്ത് പോയി ജോലി നേടി അവിടുന്ന് കൊണ്ടുവരുന്ന ധനം മൊത്തം നമ്മൾ എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കുകയാണ്. ഹോസ്പിറ്റലിലേക്കാണ് അത് എത്തപ്പെടുന്നത്. ഇത് മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ആ മനുഷ്യന് പറ്റിയതുപോലെ തന്നെ സർവ്വചരാചരങ്ങൾ ഇവിടെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവനുണ്ട്, വൃക്ഷലതാദികളുണ്ട്, പക്ഷികളുണ്ട്, മണ്ണിനടിയിൽ ജീവിക്കുന്ന ജീവാണുക്കളുണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുണ്ട്. ഇതിൻ്റെയൊക്കെ ആവാസ വ്യവസ്ഥിതിക്ക് മാറ്റം വന്നു. എന്തുകൊണ്ട്? നമ്മുടെ രാസവളവും കീടനാശിനിയും ഉപയോഗിച്ച്. രാസവളവും കീടനാശിനി ഇടുന്നതോടൊപ്പം എന്താണ്? മണ്ണിൻ്റെ ബയോഡൈവേഴ്സിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു, ജൈവ വൈവിധ്യം നമുക്കില്ലാതായിപ്പോയി. അപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 ഏക്കർ ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ 10 ഏക്കറിനകത്തു നിന്ന് നമുക്ക് 20 ടണ്ണ് നെല്ല് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ രാസവളം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 25 ടണ്ണ് കിട്ടും. അതിൻ്റെ അടുത്ത പ്രാവശ്യം വീണ്ടും കൃഷി ഇറക്കണമെങ്കിലോ ആ 25 ടണ്ണ് കിട്ടണമെങ്കിൽ 10 ടണ്ണ് വളമാണ് ഉപയോഗിച്ചെങ്കിൽ രണ്ടാം കൃഷി ചെയ്യുമ്പോൾ 15 ടണ്ണ് വളം ഉപയോഗിക്കണം. മൂന്നാം പ്രാവശ്യം 20 ടണ്ണ് വളം ഉപയോഗിക്കണം. അങ്ങനെ രാസവളവും കീടനാശിനിയും കൂടുതൽ ഉപയോഗിച്ച് മണ്ണിൻ്റെ ജൈവ വൈവിധ്യം ഇല്ലാതായിപ്പോയി, ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ടു പോയി. ആ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ടുണ്ടായ ദോഷം എന്താണ്? നമ്മുടെ സൂക്ഷ്മ ജീവാണുക്കൾ, നമ്മുടെ കർഷകൻ്റെ മിത്രമായ, കർഷകനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്ന കർഷകൻ്റെ മിത്രം എന്താണെന്നറിയാമോ? മണ്ണിര, എർത്ത് വാം. കർഷകൻ്റെ മിത്രമായ മണ്ണിര ഈ ഭൂമിയിൽ നിന്ന് അപ്രസരമായിക്കൊണ്ടിരിക്കുകയാണ്. രാസവളവും കീടനാശിനി ഇട്ടത് കാരണം എന്താണ്? അത് നശിച്ചുപോയി. അതിന് ജീവിക്കാൻ പറ്റാത്ത ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി. ആ മണ്ണിര നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ ജലത്തിന് ക്ഷാമം ഉണ്ടാകുന്നത്. ആ മണ്ണിര, ഇപ്പം നമ്മൾ ഇരിക്കുന്നവരെല്ലാവരും ഭൂമിക്ക് അടിയിൽ ജീവിക്കുന്ന കീടങ്ങളാണെന്ന് വിചാരിച്ചു. നമ്മളൊക്കെ ഭൂമിയുടെ അടിയിൽ വസിക്കുകയെന്ന് കുറേ നേരത്തേക്ക് അങ്ങ് സങ്കല്പിച്ച്. അപ്പം ഇത് ഈ ഷീറ്റിൻ്റെ ഉപരിതലം ഭൂമിയുടെ ഉപരിതലമാണ്. അപ്പം മണ്ണിര, നമ്മളൊക്കെ മണ്ണിരയാണെങ്കിൽ എന്താ ചെയ്യുക? മണ്ണിരയാണെന്ന് സങ്കല്പിച്ച് ഈ മണ്ണിര ഇങ്ങനെ വളഞ്ഞ് കിഴിച്ച് അതിൻ്റെ മേളിൽ പോയിട്ട് ഒരു ശകലം മണ്ണ് അവിടെ തുപ്പും. അപ്പോൾ കിഴുത്തയിട്ടാണ് പോകുന്നത് അല്ലേ? കിഴുത്തയിട്ട് ഇങ്ങനെ പോയി അവിടെ ഇച്ചിരി മണ്ണ് തുപ്പി വെച്ചിട്ട് തിരിച്ച് വേറെ വഴി ഉണ്ടാക്കും, അടുത്ത സുഷിരം ഉണ്ടാക്കി താഴോട്ട് വരുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ മൊത്തം സുഷിരങ്ങൾ ഉണ്ടാക്കി ഭൂമിക്കടിയിൽ ജീവിക്കുന്ന മറ്റുള്ള ജീവാണുക്കൾക്കുള്ള ആഹാര പദാർത്ഥമുള്ള എനർജിയൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ആരായിരുന്നു? ഈ മണ്ണിരയായിരുന്നു. ആ മണ്ണിരയുടെ ദൗത്യം ഒന്ന് ആലോചിച്ച് വെക്കണം. ഈ ഭൂമിക്കകത്ത് സുഷിരങ്ങൾ ഉണ്ടാക്കുക. ആ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നതോടെ എന്താണ്? മേളിൽ നിന്നുള്ള ഉപരിതലത്തിൽ നിന്നുള്ള എനർജിയെ ഈ താഴത്ത് മണ്ണിനടിയിൽ വസിക്കുന്ന മറ്റുള്ള സൂക്ഷ്മ ജീവികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനോടൊപ്പം എന്താണ്? ഈ സുഷിരങ്ങളിലൂടെ മഴ പെയ്യുമ്പോൾ ഈ സുഷിരങ്ങളുടെ എല്ലാം വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇങ്ങനെ വരും. അപ്പം സുഷിരങ്ങൾ കിഴത്തിയിട്ട് കൊടുക്കുകയാണ്. മണ്ണിര ചെയ്യുന്നതാണ്. 10 തൊട്ട് 14 അടി വരെ താഴത്തേക്ക് മണ്ണിര പോകുമെന്നാണ് പറയുന്നത്. അതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ മേപ്പോട്ട് താഴോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയ പ്രക്രിയയാണ് കർഷകൻ്റെ മിത്രമായ നമ്മുടെ മണ്ണിര ചെയ്തുകൊണ്ടിരുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അതിനെ ഇല്ലായ്മ ചെയ്തതോടെ കാർഷിക വൃത്തിയിൽ നമുക്ക് മൂല്യച്യുതി തുടങ്ങി. അവിടെ തുടങ്ങി പണി കിട്ടി. നമുക്ക് വെള്ളമില്ല, കിണറ്റിലെ വെള്ളം വറ്റുന്നു. അതിനൊരു കാരണം ഇതാ, ഭൂമിയുടെ അടിത്തട്ടിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സുഷിരങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആ മണ്ണിരകളെ രാസവളവും പെസ്റ്റിസൈഡും ഉപയോഗിച്ചത് കാരണം അത് നശിച്ചുപോയി. അതേസമയം ചാണകവും മൂത്രവും ചാരവും ഒക്കെയാണ് അതിന് പകരമിട്ടിരുന്നെങ്കിലോ ആ മണ്ണിരയ്ക്ക് വളരെ സന്തോഷമാകും. അതിന് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കുകയാണ്. ആ മണ്ണിരയ്ക്ക് അത് ഹാംഫുൾ അല്ല, അത് ഹാനികരണമല്ലാത്തത് കാരണം മണ്ണിര ധാരാളം സമ്പുഷ്ടമായിട്ട്, അല്ലെ പഴയ ആൾക്കാർ അമ്മമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഭൂമിയിൽ എവിടെയെങ്കിലും ഒന്ന് ചെറുത് കുഴിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം വിര കിട്ടുമായിരുന്നു. ഇന്നുണ്ടോ നമ്മുടെ പരിസരത്ത് വിരയുണ്ടോ? വിരയുണ്ടോ? വിരയില്ല. നമ്മുടെ പരിസരത്ത് അങ്ങനെ വിര നമുക്ക് നഷ്ടമായി. അവിടുന്ന് എന്താണ് അടുത്തങ്ങോട്ട് നോക്കിയോ, നമ്മുടെ തൊട്ടാവാടി ഇന്ന് കാണാനില്ല. ഉണ്ടോ? കുറുന്തോട്ടി കാണാനില്ല. ഉണ്ടോ? മുയൽച്ചീവ്യം കാണാനില്ല. തുമ്പ കാണാനില്ല. തുമ്പയുടെ മണ്ടക്കിരുന്ന് തുമ്പയെ കാണാനില്ല. ചിത്രശലങ്ങളെ കാണാനില്ല. എത്ര പുഷ്പങ്ങൾ, എത്ര സസ്യലതാദികൾ നമ്മുടെ മണ്ണിൽ നിന്ന് അപ്രക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പുണ്ടോ ഇന്ന്? ചേരയും മൂർഖനെ കാണാനില്ല, പൊളകനെ കാണാനില്ല, നീർക്കോലി കാണാനില്ല, പച്ചിലപ്പാമ്പിനെ കാണാനില്ല. എല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര അപകടകരമാണെന്ന്.
നമ്മുടെ മുന്നോട്ടുള്ള നമുക്ക് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈശ്വര സൃഷ്ടിയായുള്ള ഇതിനെയൊക്കെ നമ്മൾ ഇവരുടെയൊക്കെ ആവാസ വ്യവസ്ഥയിൽ കയറി കളിച്ചതാരാണ്? മനുഷ്യരാണ്. മനുഷ്യൻ കാണിച്ചിട്ടുള്ള ഓരോ അവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് കാണിച്ച ഓരോ വികൃതികൾ ഇന്ന് വിനാശത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തെല്ലാം എന്താണ് വിഷയം? ഗ്ലോബൽ വാർമിങ്. UN ഉച്ചകോടുകൂടി ഐക്യരാഷ്ട്രസഭ ചർച്ച ചെയ്യുകയാണ്. ഗ്ലോബൽ വാർമിങ് ആർട്ടിക്കും അന്റാർട്ടിക്കും ഉരുകിക്കൊണ്ടിരിക്കുന്നു. ഓക്സോൺ ലെയറിൽ വിള്ളൽ വീണിരിക്കുന്നു, കിഴുത്ത വീണു. ആ കിഴുത്തയിൽ കൂടെ അൾട്രാ റേസ് ഭൂമിയിലേക്ക് ഡയറക്റ്റ് വരികയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ചൂട് കൂടുക, താപം കൂടുകയാണ്. അങ്ങനെ താപം കൂടുമ്പോൾ ആർട്ടിക്കും അന്റാർട്ടിക്കും ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉരുകുമ്പോൾ എന്താണ്? കടലിലെ ജലം ഇങ്ങനെ ഉയർന്നുകൊണ്ട് വരുവാണ്. ഓരോ വർഷവും എല്ലാ വർഷവും ഇച്ചിരി ഇച്ചിരി ഉയർന്ന് വന്ന് ഇന്ന് കാണുന്ന പല ദ്വീപുകളും അപ്രത്യക്ഷമാകും. അങ്ങ് പെരുന്ന വരെ വരും, അധികം താമസിക്കാതെ. പെരുന്നയൊക്കെ അങ്ങ് മുങ്ങും ഒരു സമയത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. മിക്ക ദ്വീപുകളും വെള്ളത്തിൻ്റെ അടിയിലാകും ഒരു 40 വർഷം ആകുമ്പോഴത്തേന് ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ. കാര്യം അത്രയ്ക്ക് മൂല്യച്യുതി, അത്രയ്ക്ക് ദോഷം നമ്മുടെ പ്രകൃതിയോട് ചെയ്തിരിക്കുകയാണ്. ആ 5 എലിമെൻറ്റ്സ് നമ്മുടെ പഞ്ചഭൂതത്തെ കയറി കളിച്ചു. നമ്മുടെ പൂർവികർ ആരാധിച്ചിരുന്നു ആരെയാണ്? പഞ്ചഭൂതത്തെ ആരാധിച്ചത്. ഈശ്വരനെ, പ്രകൃതിയെ ഈശ്വരനായിട്ട് കണ്ടു. ആ ഈശ്വരത്വമൊക്കെ മറന്ന് ജലത്തിൽ തുപ്പാൻ തുടങ്ങി. അതിനെ മലിനസമാക്കാൻ നമ്മൾ തുടങ്ങി. വായു മലിനസമായിരിക്കുന്നു, ഭൂമി മലിനസമായിരിക്കുന്നു, ആകാശം മലിനസമായിരിക്കുന്നു. ആലോചിച്ച് നോക്കിക്കേ. ആ പഞ്ചഭൂതത്തെ കയറി കളിച്ചതാണ് ഈ വിഷയങ്ങളെല്ലാം. കഴിഞ്ഞ വർഷം അവിടെ മഹാരാഷ്ട്രയിൽ കോലാപ്പൂരിൽ 7 ദിവസത്തെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ 5 ദിവസത്തെ വിഷയം പഞ്ചഭൂതമായിരുന്നു. പഞ്ചഭൂതം മനസ്സിലായില്ല, വീട്ടിലുള്ള ഭൂതമല്ല. അവിടെ വീട്ടിൽ കുറേ ഭൂതങ്ങളുണ്ടല്ലയോ. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് വീട്ടിൽ ഭൂതമുണ്ടെന്ന്. അപ്പൂപ്പനും അമ്മൂമ്മയും ഭൂതങ്ങളായിട്ടാണ് കാണുന്നത്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. 5 എലിമെൻറ്റ്സ്, പഞ്ചഭൂതം എന്തൊക്കെയാണ്? അഗ്നി, ജലം, വായു, ഭൂമി, ആകാശം. ഇതേ കയറി കളിക്കാൻ തുടങ്ങി നമ്മൾ ആൾക്കാർ. പണി കിട്ടിയില്ലേ 100ൻ്റെ? വെള്ളത്തിന് ക്ഷാമമായി, ശുദ്ധജലം ലഭിക്കാനില്ല, വെള്ളം കുപ്പികളിലാക്കി വിൽക്കാൻ തുടങ്ങി. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കലിയുഗത്തിൽ നിത്യോപക സാധനങ്ങൾ പാക്ക് ചെയ്ത് വരും. മനുഷ്യർ തമ്മിൽ സ്നേഹമില്ലായ്മ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം, സഹോദരങ്ങൾ തമ്മിൽ കലഹം, പരസ്പരം കലഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടാണ് നമുക്ക് നമ്മുടെ നാമജപത്തിന് പ്രാധാന്യമുള്ളത്. അതിൽ നകന്നുപോയി. ഈ പഞ്ചഭൂതത്തെ നമ്മൾ സ്നേഹിക്കാതായി. ആ 5 എലിമെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനെ സംരക്ഷിക്കണമെങ്കിൽ ആര് വേണം? വിശ്വമാതാവായ പശു വേണം. പശുവില്ലാതെ ഈ ലോകത്തിൽ 1 ഇഞ്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ഏത് മതസ്ഥരുമായിക്കോട്ടെ, ക്രൈസ്തവ മതമായിക്കോട്ടെ. ക്രിസ്തു ജനിച്ചത് എവിടാണ്? പുൽക്കൂട്ടിൽ ജാതനായെന്ന് പറയുന്നത്. പുൽക്കൂട്ടിലാണ് ജനിച്ചത് ക്രിസ്തു. ആടിൻ്റെ കൂട്ടിലല്ലല്ലോ ജനിച്ചതാണോ? പശുക്കൂട്ടിലാണ് ജനിച്ചത്. ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ അൽബക്കറ 16 പേജ് പശുവിനെ വർണ്ണിക്കുന്നതാണ് മൊത്തം. അതിനകത്ത് അതിനെ കൊല്ലാൻ പാടില്ല, തിന്നാൻ പാടില്ല, പാല് തരുന്ന ഒന്നിനെയും കൊല്ലരുത്, തിന്നരുതെന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എവിടുന്നാണ് ഈ പൈശാചിക കർമ്മങ്ങളൊക്കെ ഇവരിലേക്ക് ഏൽപ്പിച്ചത്? ഇതിനെ കൊന്നു തിന്നാൻ ആരാണ് പറഞ്ഞത്? ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു അമ്മ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അമ്മയും അച്ഛനും അവർ വിവാഹിതരായി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്താൽ ആ കുട്ടി 1 വയസ്സല്ലേ 1.5 വയസ്സ് വരെ ആരുടെ പാല കുടിക്കുന്നത്? അമ്മയുടെ മുലപ്പാല കുടിച്ച് വളരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നോ 10-60 വർഷം ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ 58 വർഷവും കുടിക്കുന്നത് ഈ പശുവിൻ്റെ പാലാണെന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയുടെ പാല് പറ്റിക്കഴിഞ്ഞാൽ അമ്മയെ കൊന്നു തിന്നുമോ? അതാണോ നമ്മുടെ സംസ്കാരം? അപ്പം നമ്മുടെ ജീവിതത്തിൽ മൊത്തം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പാല് തരുന്ന ഈ പശുവിനെ, ഈ വിശ്വമാതാവിനെ കൊന്നു തിന്നുക എന്നുള്ളത് ഇത് ആരുടെ സംസ്കാരമാണ്? ഇത് ഭാരതത്തിൻ്റെ ദർശനത്തിലുള്ളതൊന്നുമല്ല. ഭാരതത്തിൽ പശുവിന് എക്കാലത്തും അതിന് പ്രാധാന്യമുണ്ട്. പശുവിലൂടെ മാത്രമുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായ രീതി. കൗബേസ് ഫാമിങ്, കൗബേസ് എക്കണോമി, കൗബേസ് വെൽത്ത് ആൻഡ് ഹെൽത്ത്. പശു അധിഷ്ഠിത ജീവിതത്തിൽ കൗബേസ് ഫാമിങ് പശുവിൽ കൂടെ ആയിരുന്നു. കൗബേസ് എക്കണോമി ഉണ്ടായിരുന്നു.
നല്ല സ്ട്രോങ് എക്കണോമി ആയിരുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, 10,000 വർഷങ്ങൾക്ക് മുമ്പേ അല്ലെ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് പോലും സ്വർണ്ണ നാണയവും സ്വർണ്ണ കിരീടവും സ്വർണ്ണത്തേരും എല്ലാം നമുക്കുണ്ടായിരുന്നു. ധാരാളം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്ത് ഏത് രാജ്യത്തായിരുന്നു ഉണ്ടായിരുന്നത്? അതിൻ്റെ എല്ലാം സമ്പത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് നമ്മുടെ പശുവായിരുന്നു. പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായ ജീവിത ശൈലിയായിരുന്നു നമ്മുടെ. അതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് അകന്നു പോയതിൻ്റെ മൂല്യച്യുതികൾ തന്നെയാണ് ഇവിടെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുന്നതും പീഡനം നടക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കലകവും ഒക്കെ ഈ പ്രകൃതിയിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ് ആണെന്ന് ഞാൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു 3-4 വർഷം മുമ്പ് 2017 IPS സന്ധ്യ, നമ്മുടെ IG ആയിട്ട് റിട്ടയർഡായ P സന്ധ്യ മാഡം തിരുവല്ലയിൽ വന്നൊരു പ്രഭാഷണം നടത്തി NSSൻ്റെ ഒരു പരിപാടിയിൽ. അപ്പം അന്ന് എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടിയാൽ ഇവിടെ ഒരു ആദരവ് തന്നു. അന്ന് അവർ പ്രസംഗിച്ചതാണ്, 23 വയസ്സുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഒരു കൊലപാതകം നടത്തി, ആകുന്ന പണി 18 നോക്കിയിട്ട് ഇവനിൽ നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവർക്ക് പിടുത്തം കിട്ടിയില്ല. അവസാനം ഇവനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് 4 പുഷ്പങ്ങളുടെ പേര് പോലും അറിയാൻ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ മുമ്പിൽ കാണുന്ന 4 നാടൻ പുഷ്പങ്ങളുടെ പേര് പോലും വയ്യാത്ത ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ബിരുദധാരിയാണ് ആ കൊല നടത്തിയത്. അവൻ മാനസിക വൈകല്യങ്ങൾക്ക് അടിമയായിപ്പോയി. മാനസിക വൈകല്യം എന്ന് പറഞ്ഞാൽ മുഴുവട്ട് പിടിച്ച് നടക്കുകയാണ് ഇപ്പോഴത്തെ യുവാക്കൾ. എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഏത് പുരുഷനും യുവതിയുമായിരുന്നു നേരെ ജീവിക്കുന്നത്? IT പ്രൊഫഷനിലേക്ക് കടന്ന ആൾക്കാർ, IT-യിലെ 95% ആൾക്കാർ ഇവിടെ വക്കീലന്മാരുണ്ട്. എനിക്ക് തോന്നുന്നു അരുൺ പ്രകാശ് ഇവിടെ എത്തിയിട്ടുണ്ട്. 95% ഡൈവേഴ്സ് കേസും കേരളത്തിൽ വരുന്ന തിരുവല്ല കോടതിയിലാണ്. കാര്യം 6 മാസത്തിനുള്ളിൽ ക്ലിയറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അന്നേരം ഡൈവേഴ്സ് കൊടുക്കുക. എല്ലാം ഹൈലി പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ആർക്കും കർഷകനാകണ്ട, എൻജിനീയർ ആകണം, നേഴ്സാകണം, ഡോക്ടറാകണം. പക്ഷെ കർഷകനാകാൻ ആരുമില്ല. ഇല്ല എങ്കിൽ ഈ പ്രകൃതി എങ്ങനെ മുന്നോട്ട് പോകും? അവിടെയാണ് ജൈവ വൈവിധ്യവും കർഷകനും പശുവും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തേക്ക് വരുന്നത്. ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ നിങ്ങളൊക്കെ പോയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അമ്പലങ്ങളിൽ പോയി പൂജിക്കും. നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകും? ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ശാന്തി സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങൾ പശുക്കളെ, കാര്യം ശ്രീകൃഷ്ണൻ ജനിച്ചതിന് ഉദ്ദേശം തന്നെ എന്താണ്? പശു സംരക്ഷണം, ഗോ സംരക്ഷണം. ആ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് അതിനെ നിങ്ങൾ ഇറക്കി വിട്ടു. അന്ന് ഐശ്വര്യം പോയി. എന്ന് നമ്മുടെ പശു നമ്മുടെ വീട്ടിൽ നിന്ന് പോയോ, ഓരോരോ രോഗങ്ങൾ നമ്മുടെ വീടിനുള്ളിലേക്ക് വരാൻ തുടങ്ങി. നമ്മുടെ പരിസരത്ത് രോഗങ്ങൾ വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ പരിസരത്തുണ്ടായിരുന്ന ജൈവ വൈവിധ്യം, നമ്മുടെ എല്ലാ സസ്യങ്ങളും അവിടെ നിന്ന് ഇല്ലാതായി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് ചെടി പോലും ഇല്ല. നമുക്കുണ്ടോ? പെരുമരം കാണാനില്ല, പാണൽ കാണാനില്ല. ഉണ്ടോ? പണ്ട് നടന്നു പോകുന്നിടത്തൊക്കെ കാണുമായിരുന്നില്ലേ? കാക്കത്തമ്പുരാട്ടി ഇല്ല. ഉണ്ടോ? കാക്കത്തമ്പുരാട്ടി എന്നൊരു ചെടിയുണ്ട് അല്ലേ, സ്ലേറ്റ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഉണ്ടോ? ഇത് കാണാനില്ല. കാക്കത്തമ്പുരാട്ടി അമേരിക്കയിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയോ? ക്യാൻസറിന് മരുന്നാ കാക്കത്തമ്പുരാട്ടി. പിന്നീട് ഞൊട്ട വിടുന്നൊരു സാധനമുണ്ട്, ഇങ്ങനെ അറിയാമോ? അതും ക്യാൻസറിന് മരുന്നാ. ഇന്ന് കാണാനില്ല. ഇതെല്ലാം നമ്മുടെ ഈ പശുക്കൾ അകന്നു പോയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. ആ പശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഇവിടെ സൂചിപ്പിച്ചു മൂത്രത്തെക്കുറിച്ച്. 83 തരം മരുന്നാണ് പശുവിൻ്റെ മൂത്രത്തിൽ നിന്നുണ്ടാക്കുന്നത്. മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന മരുന്ന് 83 തരം മരുന്ന് ഇന്ന് ഭാരതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ 13 മരുന്നിൻ്റെ പേറ്റന്റ് അമേരിക്ക രജിസ്റ്റർ ചെയ്തിരിക്കുക. അമേരിക്ക രജിസ്റ്റർ ചെയ്തു. 6500-ലധികം പശുക്കൾ, ഗീർ പശുക്കളെ അമേരിക്കയിൽ റാം എന്ന് പറഞ്ഞ സ്ഥലം, റാം, ആ സ്റ്റേറ്റിൻ്റെ പേര് റാം എന്നായിട്ട്, RAM റാം. നിങ്ങൾ അടിച്ചു നോക്കിക്കോ ഇൻ്റർനെറ്റിൽ കയറിയിട്ട്. റാം, അവിടുത്തെ കറൻസിയും റാമാണ്. ഒരു അമേരിക്കൻ സാഹിബ് ഭാരതത്തിൽ വന്ന് സന്യാസം സ്വീകരിച്ചിട്ട് അദ്ദേഹം ഈ 6000 ചില്ലാനും പശുക്കളെ അവിടെ സംരക്ഷിച്ച് പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായ രീതി ജീവിത ശൈലിയിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നു. ഭാരതത്തിലുള്ള ഒരു പശുവിനെ അമ്മയെന്ന് വിളിച്ചപ്പം നമ്മളെ സംഘികളാക്കി അവനെന്താ അന്ധവിശ്വാസം അവനിലേക്ക് ജനിപ്പിച്ചു. പശു ഇല്ലാതെ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർ മനസ്സിലാക്കി അമേരിക്ക. 9 വർഷത്തെ സയൻറ്റിസ്റ്റുമാരുടെ റിസർച്ചിൻ്റെ ഫലമായിട്ട് ജുനഗഡ് സർവകലാശാലയിൽ സ്വർണം വേർതിരിച്ചെടുത്തു. 30 ഗീർ പശുവിൽ നടത്തിയ പഠനം
അതിൽ നിന്ന് മൂത്രത്തിൽ നിന്ന് 10 to 30 ml സ്വർണം വേർതിരിച്ച് ഞാനതിങ്ങനെ കയ്യിലെടുത്ത് വെച്ച് കണ്ട ആളാണ്. പിന്നെ കേരളത്തിലുള്ളവരെ ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ചില പത്രത്തിൽ വന്നല്ലേ അത് വിശ്വസിക്കുക. ഏത് പത്രം എന്നറിയാമോ? അത് രാവിലെ അരച്ച് കലക്കി കുടിക്കും. മനോരമയ്ക്കകത്ത് വരുന്നതെല്ലാം വിശ്വസിക്കും. എന്നാൽ ഇത് മനോരമ ചാനലിൽ വന്നിട്ടുണ്ട്. മനോരമയ്ക്ക് അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. മനോരമ ചാനൽ നിങ്ങൾ അടിച്ചു നോക്കിക്കോ, കൗ യൂറിൻ ഇൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് മനോരമ ചാനലൊന്ന് അടിച്ചു നോക്കിക്കോ, അതിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, ഓൺലൈനിൽ കിടപ്പുണ്ട് ആ സാധനം. അപ്പോൾ പശുവിൻ്റെ മൂത്രത്തിൽ സ്വർണ്ണമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സായിപ്പിന് അവന് ഇരിക്കപ്പുറി മുട്ടിയില്ല. അപ്പോഴത്തേന് പോയിട്ട് 13 മെഡിസിൻ്റെ പാറ്റൻ്റ് അവൻ രജിസ്റ്റർ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് ജുനഗഡ് സർവകലാശാല നടന്ന കാര്യമാണ്. പക്ഷെങ്കിൽ പശുവിനെ നാളെ വളർത്തി ഇപ്പം എനിക്ക് 600 പശുവുണ്ട്. നിങ്ങൾ ചിന്തിക്കും, ഓ സാറിന് എന്തുമാത്രം സ്വർണ്ണം എടുക്കാം, ഇപ്പം സാറങ്ങ് ഭയങ്കര ധനികനാകുമല്ലോ. നടക്കത്തില്ല. കാര്യം അതിൻ്റെ പ്രോസസ്സിങ്, അതിന് വേണ്ടുന്ന എക്സ്പെൻഡിച്ചർ ഭയങ്കര ഹൈയാണ്. അതിൽ നിന്ന് സ്വർണം നമുക്ക് വേർതിരിച്ചെടുക്കാൻ ഭയങ്കര ചിലവ് വരുന്നത് കൊണ്ട് എന്താണ്, നമ്മുടെ മണ്ണിന് വേണ്ടുന്ന പദാർത്ഥങ്ങൾ, മണ്ണിൻ്റെ ജൈവ ഘടനയ്ക്ക് വ്യത്യാസം വരുത്താൻ, മണ്ണിലേക്ക് രാസവളവും കീടനാശിനിയും വലിച്ചെറിഞ്ഞ് ആ മണ്ണിൻ്റെ ജൈവ വൈവിധ്യത്തെ നഷ്ടപ്പെടുത്തി, ആ മണ്ണിലേക്ക് രാസവളവും കീടനാശിനിയും വലിച്ചെറിഞ്ഞ് ആ സസ്യലതാദികൾ വളർന്നു വന്ന് അതിലെ കായ്കനികൾ ഭക്ഷിച്ച മനുഷ്യർക്കും പശുവിനും പട്ടിക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കും ഒക്കെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വന്നെങ്കിൽ ആ മണ്ണിലേക്ക് ഡയറക്റ്റ് ഈ വിഷാംശം ചെന്നപ്പോൾ ഈ ഭാരതമാതാവിന്, ഈ ഭൂമിക്ക് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചേ. ആ ഭൂമിയിലെ മറ്റുള്ള ജീവാണുക്കൾക്ക് എന്തുമാത്രം ഹാനി സംഭവിച്ചെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതിലേക്ക് ഇത് വലിച്ചെറിഞ്ഞ് അവിടുന്ന് കിളിച്ച ചെടിയിൽ നിന്ന് ഭക്ഷിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചപ്പോൾ നമുക്ക് മാരകമായ രോഗങ്ങൾ വന്നെങ്കിൽ ഡയറക്റ്റ് മണ്ണിലേക്ക് ഇത് വലിച്ചെറിയപ്പെട്ടപ്പോൾ മണ്ണിലെ ആയിരക്കണക്കിന് സൂക്ഷ്മാണുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ചെടികളും സസ്യലതാദികളും നമ്മൾ നഷ്ടപ്പെട്ടു പോയി. ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ടയോ? ആരാണിത് നമ്മളെ അടിച്ചേൽപ്പിച്ചത്? അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ അല്ലായിരുന്നല്ലോ. പശുവിനെയും ആടിനെയും നാടൻ കോഴിയെ നാടൻ പട്ടിയെ നാടൻ പൂച്ചകളെയൊക്കെ വളർത്തി മാവേലും കയറി പ്ലാവേലും കയറി പറങ്കിയിലും കയറി കുട്ടികൾ ചാടിക്കളിച്ച് അവർ ഉല്ലസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച മാങ്ങയുടെ പകുതി അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് ഒരു ചക്ക വെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് 10ഉം 15ഉം പീസുകളാക്കി അയൽവക്കത്തൊക്കെ കൊടുത്ത് ഭക്ഷിച്ച നമുക്ക് എന്താ പറ്റി? മലയാളികൾക്ക് എന്ത് പറ്റി? അവിടാണ് ജൈവ വൈവിധ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അവിടെയാണ് ജൈവ വൈവിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. നമ്മുടെ വൈവിധ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഇന്ന് നിങ്ങളൊക്കെ കഴിക്കുന്ന പാല്, നിങ്ങൾ ഈ ജേഴ്സിയുടെയും HFൻ്റെയും ഒക്കെ പാല് കഴിക്കുന്നത് 5 രോഗങ്ങൾക്ക് കാരണമാണ്. അത് പശു അല്ല, അത് ലാബിൽ നിർമ്മിച്ച ഒരു മൃഗമാണ്. ആ പാല് കുടിക്കുന്നത് കൊണ്ട് 5 രോഗങ്ങൾക്ക് വൺ ഓഫ് ദ റീസൺ ക്യാൻസർ, ഒബസിറ്റി, അൾഷിമസ്, ഓട്ടിസം, ഷുഗർ, ഈ 5 രോഗങ്ങൾ നമുക്കുണ്ടാകുന്നതിന് ഒരു കാരണം A1 മിൽക്ക് HFൻ്റെ ഒക്കെ പാല് കുടിച്ചതുകൊണ്ടാണെന്ന് അജയ്കുമാർ പറഞ്ഞതല്ല, ഭാരതീയരും പറഞ്ഞതല്ല, ഡോക്ടർ കേത്ത് ന്യൂസിലാൻഡുകാരൻ 1992 അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പഠനവിധേയമാക്കി തെളിയിച്ച കാര്യമാണ്. നമ്മുടെ തലയിലോട്ട് ഇപ്പം കയറി വരുന്നതേ ഉള്ളൂ നാടൻ പശുവിനെ കുറിച്ച്. അവൻ അന്നേ ചേഞ്ച് ചെയ്തെന്ന്, അവൻ അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് A2 മിൽക്കിലേക്ക് കയറി, നാടൻ പശുവിലേക്ക് കയറി. ബ്രസീല് അവൻ HFനെ എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് നാടൻ പശുവിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയിലേക്ക് പോയി. പെറു എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്ത് രാസവളവും കീടനാശിനി ഉപയോഗിച്ച് കൃഷി സമ്പ്രദായ രീതിയിലൂടെ ധാരാളം പണം സമ്പാദിച്ച് അവസാനം അവൻ്റെ മണ്ണിൻ്റെ ജൈവ ഘടന നഷ്ടപ്പെട്ടു പോയി. ബയോഡൈവേഴ്സിറ്റി ഈസ് ഗോൺ ഫോർ എവർ. 2 മീറ്റർ ഭൂമിക്കടിയിലേക്ക് ഡിഗ് ചെയ്തപ്പോഴും അവിടെ യാതൊരു ഗുണവും മണ്ണിന് അവനില്ലാന്ന് കണ്ടെത്തി. അവസാനം അവൻ എന്ത് ചെയ്ത്? ഋഗ്വേദത്തിൻ്റെ വരികളിലൂടെ ഋഷിവര്യന്മാർ രചിച്ചു വെച്ചിട്ടുള്ള ഋഗ്വേദ വരികളിലൂടെ പോയപ്പോൾ അവിടെ അഗ്നിഗോത്രം പോലുള്ള യാഗങ്ങൾ ചെയ്തു. ഹോമ ഫാമിങ്, അഗ്നിഗോത്രം ചെയ്ത് ചാണകം, നെയ്യ്, ഉണക്കലരി, ഇത് 3 മതി. അഗ്നിഗോത്രം ചെയ്ത് എനർജിയെ ചാനലൈസ് ചെയ്തുള്ള കൃഷി സമ്പ്രദായ രീതിയിലേക്ക് പെറു എത്തിക്കഴിഞ്ഞു. അവരുടെ സയൻറ്റിസ്റ്റുമാരെ ഭാരതത്തിൻ്റെ പൗരാണികമായ
കൃഷി സമ്പ്രദായ രീതിയിലേക്ക്, പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായ രീതിയിലേക്ക് അവർ പോയി. ഇതൊക്കെ ചുമ്മാതെ പറയുന്നില്ല കേട്ടോ, ഇതൊക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കിയിട്ടും പറയുന്നതാണ്. അതുകൊണ്ടല്ലേ ഈ ഉറക്കെ പറയുന്നത്. എവിടെയും വിളിച്ചു പറയാൻ തയ്യാറാണ്. ഏത് സർക്കാരിൻ്റെ ഏത് സയൻറ്റിസ്റ്റുമാരും വന്നോട്ടെ, ഒരു പിണ്ണാക്കം ചെയ്യാൻ സാധിക്കത്തില്ല ഇവനൊന്നും. ഒരു സയൻറ്റിസ്റ്റിനും ഈ മണ്ണിനെ രക്ഷിക്കാൻ സാധിക്കില്ല. അവൻ ലാബിൽ ഉണ്ടാക്കുന്ന കെമിക്കൽ കൊണ്ട് ഇതിന് വീണ്ടും വീണ്ടും നാശം ഉണ്ടാകത്തേ ഉള്ളൂ. ഏക ഉപായമേ ഉള്ളൂ, പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായ രീതിയിലേക്ക്, പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള കൃഷി സമ്പ്രദായ രീതിയിലേക്ക്. പശുവിൻ്റെ അല്ല ജേഴ്സിയുടെ അല്ല, നാടൻ പശുവിൻ്റെ, രണ്ടിൻ്റെയും ചാണകം വ്യത്യസ്തമാണ്. പശുവിൻ്റെ ചാണകത്തിനകത്ത് 100 ഗ്രാം ചാണകത്തിനകത്ത് 75,000 മൈക്രോ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നാടൻ പശുവിൻ്റെ ചാണകത്തിൽ ലക്ഷോപലക്ഷം കോടാനുകോടി മൈക്രോ ബാക്ടീരിയകളാണ്. അൺകൗണ്ടബിൾ ആണ്. അത് നമ്മുടെ മണ്ണിൻ്റെ ജൈവ സമ്പുഷ്ടതയെ ഉയർത്തുന്നതാണ്. മണ്ണിലുള്ള പ്രകൃതിയിലുള്ള എല്ലാത്തിൻ്റെയും ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥിതിക്ക് കാരണഭൂതമാകുന്നതാണത്. ലോകത്തിൽ എവിടെയാണ് ഇത്രയധികം ഫെർട്ടിലൈസർ, ഇത്രയധികം ഒരു 24 മണിക്കൂർ കൊണ്ട് നാം കൊടുക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, ഇന്ന് കൊടുക്കുന്ന ആഹാരം നാളെ നേരം വിളക്കുന്നതിന് മുമ്പേ വളമാക്കി നമ്മുടെ മുമ്പിലോട്ട് തരുക. വിശ്വമാതാവ് അമ്മയ്ക്കേ സാധിക്കത്തുള്ളൂ. വിശ്വമാതാവെന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് വേണ്ടല്ല, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. നമ്മുടെ കൂട്ട് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഈ മരങ്ങളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടാകാം. അവർ തമ്മിൽ ഈ മേളിൽ ഇങ്ങനെ വഴക്കുണ്ടായാലും ഭൂമിക്കടിയിൽ എന്തോ സൗഹൃദമാണെന്നറിയോ? ഈ മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഭൂമിക്കടിയിലൊക്കെ ഇറങ്ങിച്ചെന്ന് വേരുകൾ പരസ്പരം കെട്ട് പിണഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മരം ആ മരം താഴെ വീഴാതെ അവനെ കാത്തുരക്ഷിക്കുന്നു. ചില മരങ്ങൾ മണ്ണിനടിയിൽ ജീവിക്കുന്ന ജീവികൾക്ക് വെള്ളം വേണ്ടിയപ്പോൾ ആ മരത്തിൽ നിന്ന് അവൻ റിലീസ് ചെയ്യുന്നു. തെങ്ങ്, വാഴ ഇതുപോലുള്ള കൃഷി സമ്പ്രദായ രീതിയിലൂടെ റബ്ബർ പോലുള്ള മർഫി സാഹിബ് 1925 കൊണ്ടുവന്ന റബ്ബർ എന്ന് പറയുന്ന സാധനം വന്നതോടുകൂടി നമ്മുടെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടു. നമ്മുടെ മണ്ണിൻ്റെ ഘടനയ്ക്ക് മാറ്റമുണ്ടായി. നിങ്ങൾ 1 ഏക്കറിൽ 1000 റബ്ബർ വെച്ച് 1000 റബ്ബർ വെട്ടി അതൊരു 10 വയസ്സ് പ്രായമാകുമ്പോൾ അതിനെ വെട്ടിയിട്ട് കൃഷി ചെയ്ത് അല്ലെങ്കിൽ കരിമ്പാട്ടുന്ന ചക്കിക്കൊണ്ട് ആട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 ലിറ്റർ വെള്ളം പോലും കിട്ടത്തില്ല. അതേസമയം നിങ്ങൾ 1000 തെങ്ങ് വെട്ടിയിട്ട് കൊണ്ട് ആട്ടിയാൽ എത്ര 1000 ലിറ്റർ വെള്ളമാണ് ലഭിക്കുന്നത്? അതിൻ്റെ അടിയിലേക്ക് പോയിരിക്കുന്ന വേരുകൾ, ആ വേരുകൾ മൊത്തം വെള്ളം തൻ്റെ ജീവിതത്തിൽ ആ വേരിൻ്റെ ദൗത്യം കഴിയുമ്പോൾ അതങ്ങ് ദ്രവിച്ചു പോവുകയാണ്. അപ്പോൾ വറവ് സമയത്ത്, ഉണക്ക് സമയത്ത്, മഴയില്ലാത്ത സമയത്ത് ആ തെങ്ങിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന മണ്ണിന് എപ്പോഴാണോ വെള്ളം ആവശ്യമുള്ളത് അപ്പോൾ ഈ വേര് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൊടുക്കുവാണ്. നമ്മളാണ് കൊടുക്കാത്തത്, അവർ കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള കൃഷി സമ്പ്രദായ രീതിക്ക് അനുയോജ്യമായ വാഴയും ചേനയും കപ്പയും കാച്ചിലും നാണ്യവിളകൾ ഇതൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിൽ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത റബ്ബർ പോലുള്ള മറ്റ് കൊക്കോ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ആട്, മാഞ്ചിയം, എന്തൊക്കെയോ വൃക്ഷങ്ങൾ വന്നു. 44 തരം വൃക്ഷങ്ങളാണ് നമ്മുടെ ഭാരതത്തിലേക്ക് കൊണ്ടിട്ടത്. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചതുപോലെ നമ്മുടെ ആഹാരത്തിൽ അവർ മലിനസമാക്കി, ആഹാരം നമ്മുടെ വികൃതമാക്കി, പാഠ്യപുസ്തകങ്ങൾ നമ്മുടെ വികൃതമാക്കി കഴിഞ്ഞു. അവസാനം എന്ത് ചെയ്തു? ചെടികളിലൂടെ നമ്മുടെ മനസ്സ് മാറ്റാനായിട്ട് അവർ ശ്രമിച്ചു. ഇതൊരു നഗ്നമായ സത്യമാണ്. അവൻ്റെ നാട്ടിൽ ഉണ്ടാകത്തില്ല ഇതൊന്നും. യൂറോപ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ താപമില്ല, ഊർജമില്ല. അവിടെ ഈ സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റവും കൂടുതൽ പതിക്കുന്നത്, എനർജി ഏറ്റവും കൂടുതൽ ശേഖരിച്ചു വെക്കാൻ കെൽപ്പുള്ള സസ്യലതാദികൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിലുള്ളത് ഭാരതത്തിലാണ്. അത്ര ജൈവ വൈവിധ്യമാണ് ഇവിടെ. ആ ജൈവ വൈവിധ്യത്തെ നമുക്ക് രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നാടൻ പശുവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ, അല്ലാതെ മറ്റൊന്നിലൂടെ സാധ്യമല്ല. കേന്ദ്ര സർക്കാർ ഇപ്പം പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻഡിജിനിയസ് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോജക്റ്റ്, നാടൻ പശു വംശവർദ്ധനവ് പ്രോജക്റ്റ്. അപ്ലൈ ചെയ്യാം, ആർക്കും അപ്ലൈ ചെയ്യാം. 124 പ്രോജക്റ്റ് ഇപ്പോൾ അവാർഡായിട്ടുണ്ട്. 200 പശുക്കളെ വളർത്തി, നാടൻ പശുവിനെ വളർത്തി പാലുൽപാദിപ്പിച്ച് 200 പശുവിനെ ഭ്രൂണം നിക്ഷേപിക്കുക അതിൻ്റെ ഗർഭപാത്രത്തിലേക്ക്. പശുക്കുട്ടിയുടെ പുതിയ ടെക്നോളജി, IVF ടെക്നോളജി പ്രകാരം 200 പശുക്കുട്ടികളെ ഈ പശുക്കൾ ജന്മം നൽകും. അങ്ങനെ ആ കുട്ടികളെ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുക, കർഷകർക്ക്.
അങ്ങനെ ഭാരതത്തിന് കഴിഞ്ഞ 65 വർഷം കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഡാമേജ് ചെയ്യപ്പെട്ട നമ്മുടെ ജൈവ വൈവിധ്യത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത ശൈലിയിലും മാറ്റമായി, ആഹാരത്തിലും മൊത്തത്തിൽ പ്രശ്നമായതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇൻഡിജിനിയസ് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രൊജക്റ്റ്. വലിയ മാറ്റം ഒരു 30 വർഷം കൊണ്ട് തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ പ്രക്രിയ. നമ്മുടെ മണ്ണിൻ്റെ സമ്പുഷ്ടതയെ, ബലപുഷ്ടതയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇന്ന് UN, ഞാൻ പറഞ്ഞില്ല, ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച ചെയ്തു. ഗ്ലോബൽ വാർമിങ് പരിഹാരം കാണണം. യൂറോപ്പിൽ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല, കാരണം അവൻ്റെ അടുത്ത് ഈ മരങ്ങളൊന്നുമില്ലല്ലോ. അമേരിക്കക്കാരനും ഒരു പരിധിവരെ ചെയ്യാൻ സാധിക്കൂ. അവസാനം ഭാരതത്തിൻ്റെ മുമ്പിൽ വന്നു, നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, അങ്ങിതിന് പരിഹാരം കാണണം, ഗ്ലോബൽ വാർമിങ്ങിന് പരിഹാരം കാണണം, ഓക്സോൺ ലെയറിന് കൂടുതൽ വിള്ളൽ വരുന്നു, അതിനെ സംരക്ഷിക്കണം. അങ്ങനെയാണ് നമ്മുടെ ജൈവ കൃഷി സമ്പ്രദായ രീതിയിലേക്ക്, പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായ രീതിയിലേക്ക് ഭാരതം കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ മണ്ണിൽ നിന്ന് വന്ന മൂല്യച്യുതി തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, 83 തരം മരുന്നുണ്ടാക്കുമ്പോൾ അപ്പുറത്ത് 100-ലധികം മരുന്നുകൾ ഈ ഭൂമിക്ക്, ഈ മണ്ണിന് വന്ന മൂല്യച്യുതി, മണ്ണിൻ്റെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് യൂറിൻ ബേസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു രാസവളവും കീടനാശിനിയും വേണ്ട കൃഷിയെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ജീവാമൃതം നിസ്സാര കാര്യമാണ്. പശുവിൻ്റെ ചാണകവും മൂത്രം ഉപയോഗിച്ചിട്ടാണ് 10 കിലോ ചാണകം, 7 ലിറ്റർ ഗോമൂത്രം താഴെ വീഴാതെ പിടിച്ച് 200 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിലിട്ട് 200 ലിറ്റർ വെള്ളം അതിനകത്ത് ഒഴിക്കുക. അതിനകത്ത് 1 കിലോ പയറ് പൊടിയോ കടലമാവോ അല്ലെങ്കിൽ അളിഞ്ഞ പഴം 1 കിലോ ഞെരടി അതിനകത്ത് ഇടുക. എന്നിട്ട് ക്ലോക്ക് വൈസ് ഇളക്കുക. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒരു 10 മിനിറ്റ് ഇളക്കുക. ഏതെങ്കിലും തണൽ മരത്തിൻ്റെ ചുവട്ടിൽ വെക്കുക. എന്നിട്ട് നനഞ്ഞ ചാക്ക് എൻ്റെ മണ്ടയ്ക്ക് ഇടുക. അങ്ങനെ ഒരു 7 ദിവസം കഴിഞ്ഞ് നിങ്ങളത് എടുത്തിട്ട് നിങ്ങളുടെ ചെടിക്കൊഴിച്ച് നിങ്ങളുടെ ചെടി നല്ല സുന്ദരമായിട്ട് വളർന്നു വരും. നമ്മൾ ആ വെച്ച ചീരയാണോ എന്താണോ വെച്ച വെണ്ടയാണോ നട്ടത്, അത് വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ നാം കുഴിച്ചിടാത്തതായിട്ടുള്ള, നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ചെടികളും അതിൻ്റെ പരിസരത്ത് വളർന്നു വരുന്ന നിങ്ങൾക്ക് കാണാം. അവിടെയാണ് ജൈവവൈവിധ്യത്തിൻ്റെ തുടക്കം. എല്ലാം വേണം, എല്ലാ സസ്യലതകളും ഇവിടെ പുഷ്ടിക്കണം. അത് ഈ ചാണകവും മൂത്രവും ഉണ്ടെങ്കിൽ മാത്രമേ വരൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഴയ ഞാനീ പറഞ്ഞ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ ബയോഡൈവേഴ്സിറ്റിക്ക്, ജൈവ വൈവിധ്യത്തിന് മാറ്റം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മണ്ണിനെ കറക്റ്റ് ചെയ്യണം. കണ്ടത്തിൽ കൃഷി എടുക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയൊന്ന്, ഇവിടെ നമ്മൾ പൂജാരി ക്ഷേത്രത്തിലെ പൂജ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ പൂജാരിയെ വലിയ ബഹുമാനമാണ്, പള്ളിയിലെ അച്ഛന്മാരെ വലിയ ബഹുമാനമാണ്, മുസ്ലിമിൻ്റെ ഇമാമിനെ വലിയ ബഹുമാനമാണ്. ഇവരെ ഒന്നും അല്ല ബഹുമാനിക്കേണ്ടത്. ഇവരൊന്നും അല്ല യഥാർത്ഥ പൂജാരിമാർ. യഥാർത്ഥ പൂജാരി ആരാണ്? കർഷകനാണ്. ഈ പ്രകൃതിയെ തന്നെ പൂജിക്കുമല്ല കർഷകന്. ആ കർഷകൻ കണ്ടത്തിലേക്ക് കൃഷി ഇറക്കുമ്പോൾ ആ കണ്ടത്തിൽ നെല്ല് വിതയ്ക്കുവാൻ വേണ്ടി, വിത്ത് വിതയ്ക്കുവാൻ വേണ്ടിയിട്ട് കണ്ടം പൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ജൈവ വൈവിധ്യം, അവിടുത്തെ കീടങ്ങളെ തിന്നായിട്ട് കൊക്കും മറ്റുള്ള ആ പക്ഷികളൊക്കെ വരും, നമ്മൾ കാണാറില്ലേ? അത് കഴിഞ്ഞ് വിതച്ചു കഴിയുമ്പോൾ അത് തിന്നുവാനായിട്ട് നമ്മുടെ പക്ഷികൾ വരത്തില്ലേ? അത് കഴിഞ്ഞ് മഴയൊക്കെ ഇങ്ങോട്ട് കയറി ഇത് കിളിച്ച് വന്നു കഴിയുമ്പോൾ അവിടെ മറ്റുള്ള ചാഴിയെ തിന്നാൻ തവളെ തിന്നാൻ പാമ്പ്, എലി ഇല്ലേ? തവളെ തിന്നാൻ എലി വരും, എലിയെ തിന്നാൻ പാമ്പ് വരും. വലിയൊരു ജൈവ വൈവിധ്യത്തിന് തുടക്കം കുറിക്കുകയാണ്. അതങ്ങോട്ട് നെല്ലങ്ങോട്ട് പൂത്ത് കഴിയുമ്പോൾ അത് അവിടെ നോക്കി, അവിടെ ചിത്രശലഭങ്ങളും തുമ്പികളും ഒക്കെ വരുന്നു. അത് കഴിഞ്ഞ് അത് ഭക്ഷിക്കാനായിട്ട് ആ പൂ പാലായി വരുമ്പോൾ ഭക്ഷിക്കാനായിട്ട് ചില പക്ഷികൾ വരുന്നു. അത് മൂത്ത് കഴിയുമ്പം തത്തയും മാടത്തെയൊക്കെ വരുന്നു. അത് കുറേ തിന്ന് കഴിഞ്ഞിട്ട് താഴെ പൊഴിഞ്ഞു വീഴുന്നതിൻ്റെ ബാക്കി അവസാനം നെല്ല് ഇങ്ങനെ തല കുനിച്ച് നമുക്ക് തരികയാണ്, കൊയ്തെടുത്തോ. അപ്പം പോയി നമ്മൾ കൊയ്തെടുക്കും. കറ്റയാക്കുമ്പോൾ വീണ്ടും പൊഴിഞ്ഞു വീഴുന്നില്ലേ? പ്രകൃതി എടുത്തതിന് ശേഷമാണ്. കറ്റയാക്കുമ്പോഴും പൊഴിഞ്ഞു വീഴുവാണ് അവിടുത്തെ. അതാരും പെറുക്കാൻ പോകുന്നില്ല, അതൊക്കെ പ്രകൃതിക്കുള്ളതാണ്. അവിടുന്ന് ആ കറ്റ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് മെതിക്കുമ്പോഴും കുറേ പോകുന്നു. ആ മെതിക്കുന്ന ആ കറ്റയ്ക്കകത്ത് ആ കച്ചിയിൽ കുറേ ഇരിക്കത്തില്ലേ? അങ്ങനെ അതൊന്നും നമുക്കുള്ളതല്ല. ഹിന്ദിയിലൊരു പറച്ചിലുണ്ട്, ഹർ ദാനെ പേ ലിഖാ ഹേ കാനെ വാലാ കാ നാം. ഓരോ നെൽമണികളിലും ഓരോ ധാന്യങ്ങളിലും എഴുതിയിട്ടുണ്ട് അത് കഴിക്കേണ്ടവരാരാണെന്ന്. ഇത്ര വ്യക്തമായിട്ടാണ് പ്രകൃതിയുടെ നമ്മുടെ സങ്കല്പം പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ കർഷകൻ നമ്മുടെ പാടത്തേക്ക് ഇറങ്ങി നമ്മുടെ നെൽകൃഷി ചെയ്യുമ്പോഴത്തേന് ബയോഡൈവേഴ്സിറ്റി വരുവാണ്, അവിടെ ജൈവവൈവിധ്യത്തിന് തുടക്കം കുറിക്കുകയാണ്. തിരിച്ച് അതിലേക്ക് പോകണം. കുറേയൊക്കെ മാനസിക വൈകല്യങ്ങളുള്ളവരുടെ ആ ദുഃഖമൊക്കെ മാറുമെന്ന്. ഇതൊക്കെ വലിയ സംഭവം, നമ്മൾ അറിയാതെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നതല്ല ഇത്. ഈ പശു നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെയല്ലേ, വീടിൻ്റെ കിഴക്ക് വശത്ത്, കിഴക്ക് തെക്കേ മൂല പശുത്തൊഴുത്ത് അല്ലെ, ചെറിയ വീടുള്ളവരുടെ ആണെങ്കിൽ ആ കഴുക്കല്ലോ നമ്മുടെ വീടിൻ്റെ കഴുക്കോല്
കഴുക്കോലെ തന്നെ കമ്പ് വെച്ച് കെട്ടിയല്ലായിരുന്നു പശുക്കളുണ്ടായിരുന്നത്. വീട്ടിലാർക്കും രോഗങ്ങളില്ലായിരുന്നു, മാറാ രോഗങ്ങളില്ലായിരുന്നു. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ചാണകവും മൂത്രവും. ഈ ലോകത്തിലെ ഏതേലും ഒരു ജീവിയുടെ എന്തെല്ലാം മൃഗങ്ങളുണ്ട്, സ്വന്തം നമ്മൾ വിസർജിക്കുന്നത് പോലും നമുക്ക് കൈ കൊണ്ട് തൊടാൻ മടിയാ. പക്ഷേ അതിൽ ചാണകമോ, ആ ചാണകം നമ്മൾ കൈ കൊണ്ട് എടുക്കുവാണ്. അത്രയ്ക്ക് പവിത്രമാണ് ആ മൂത്രം കുടിക്കാൻ നമുക്ക്. ആ മൂത്രം ഡിസ്റ്റിൽ ചെയ്തിട്ട് മനുഷ്യൻ്റെ സർവ്വരോഗ സംഹാരിയാണ്. പ്രകൃതിക്ക് എങ്ങനെ ഗുണം വരുന്നു അതുപോലെ തന്നെ മനുഷ്യന്. അർക്ക്, മൂത്രം ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്ന സാധനമാണ് അർക്ക്. ഇന്ന് നമുക്ക് 3 തരം രോഗമാണ്: വധം, കഫം, വാതം, പിത്തം, അല്ലേ? ഈ 3 രോഗങ്ങളും മാറാൻ ഈ ലോകത്തിൽ ഒരു മരുന്നുമില്ല. 3നും 3 തരം മരുന്ന് കഴിച്ചാലാണ് മാറുന്നെങ്കിൽ നാടൻ പശുവിൻ്റെ മൂത്രം ഡിസ്റ്റിൽ ചെയ്ത് അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ 3 രോഗത്തിന് ശമനം കിട്ടും. ഓസ്കാർ ഫെർണാണ്ടസ് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ ഒരു സ്പീച്ച് കിടപ്പുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിക്കോ. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പശുവിനെ കുറിച്ചൊക്കെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ, ഒരു പാർട്ടിയുടെ ആൾക്കാരെ, കോൺഗ്രസ്സിലാണ്, രാഹുൽ ഗാന്ധി പശുവിനെ മോശമായിട്ട് ചിത്രീകരിച്ചപ്പോൾ ഓസ്കാർ ഫെർണാണ്ടസ് എഴുന്നേറ്റ് നിന്ന് നടത്തിയ സ്പീച്ചാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ 23 മിനിറ്റുള്ള സ്പീച്ച് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഓസ്കാർ ഫെർണാണ്ടസ് സ്പീച്ച് ഇൻ പാർലമെൻറ്റ് അബൌട്ട് കൗ യൂറിൻ എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി. കാരണം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ക്യാൻസറിന് ശമനം വന്നത് ഞാൻ ഗോമൂത്രം കഴിച്ചുകൊണ്ടാണ്. എൻ്റെ ശിഷ്ടകാലം ഈ പാർലമെൻറ്റിൻ്റെ ഈ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ശിഷ്ടകാലം ഞാൻ ഗോശാലയിലായിരിക്കും ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യമാണ്. ക്യാൻസറിന് മരുന്നാണ്. മൂത്രം മരുന്നാണ്. നമ്മുടെ മൂത്രം പോലും മരുന്നാണ്. മൊറാർജി ദേശായി മൂത്രം കുടിച്ചായിട്ടല്ല നമുക്കറിയത്തുള്ളൂ, അല്ലേ ചേച്ചി? മൊറാർജി ദേശായി അല്ല ഇത് കണ്ടുപിടിച്ചത്, ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത മരുന്നാ. മഹാരാഷ്ട്രയിലെ ബോംബെയിലെ PD ഹിന്ദുജ ഹോസ്പിറ്റൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിരുന്നു ഒരു കാലത്ത്. അവിടെ ചെന്നാൽ അവിടെ ബുക്കുണ്ട്, ശിവാംബുകൽപ്പം എഴുതി വെച്ചിരിക്കുക. അത് ഹിന്ദി, ഗുജറാത്തി, മറാഠി, ഇംഗ്ലീഷ് 4 വേർഡിലാണ്, ലാംഗ്വേജിലാണ്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുക പാർവതിക്ക് പറഞ്ഞു കൊടുത്ത ശിവന് ശിവാംബുകൽപ്പം. സ്വമൂത്രം രാവിലെ എഴുന്നേറ്റ് അരയടി കളഞ്ഞ് അവസാനത്തെയും കളഞ്ഞിട്ട് ബാക്കിയുള്ള മൂത്രം എടുത്ത് വെച്ച് 5 ദിവസം 7 ദിവസം 9 ദിവസം 21 ദിവസം ഒക്കെ വെച്ച് അത് സേവിക്കാം. മുഖത്ത് തേക്കാം, തലയെ തേക്കാം, കണ്ണിലൊഴിക്കാം, ചർമ്മത്തിൻ്റെ ക്രാന്തി വർദ്ധിക്കും. പക്ഷേ ഇന്നുള്ളവരുടെ പറ്റത്തില്ല. ശുദ്ധമൂത്രമായിരിക്കണം, ശുദ്ധ ആഹാരം കഴിക്കണം. മത്സ്യമാംസാദികളോ എരി പുളിയൊക്കെ കഴിച്ചവരുടെ പറ്റത്തില്ല. അപ്പോൾ സ്വമൂത്രത്തിലുമുണ്ട് 144 തരം മെഡിസിൻ വാല്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ 157 തരം മെഡിസിൻ വാല്യൂസ് നമ്മുടെ ഗോമൂത്രത്തിലുണ്ടെന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ എത്രത്തോളം പ്രയോജനപ്പെടുന്നോ അത്രത്തോളം തന്നെ പ്രകൃതിക്കും പ്രയോജനപ്പെടും അതിൻ്റെ മൂത്രം. ആ മൂത്രവും ചാണകവും ഉപയോഗിച്ചുള്ള കൃഷി സമ്പ്രദായ രീതിയിലൂടെ നമ്മുടെ ജൈവ വൈവിധ്യത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണമല്ല, നടന്ന കാര്യമാണ്. ഭോപ്പാൽ ദുരന്തം കേട്ടിട്ടില്ലേ? യൂണിയൻ കാർബൈഡ് ട്രാജഡി കേട്ടിട്ടുണ്ടാവുമല്ലോ. കാര്യം ഇപ്പോൾ ഉള്ളവരാരും കേൾക്കാൻ സാധ്യതയില്ല. കാര്യം പത്രവായനയില്ല, യാതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ തീപ്പെട്ടിയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ കുത്തുന്നതേ ഉള്ളൂ, ഇഷ്ട വിഷയത്തോടെ പോയി. പക്ഷേ ഇതൊന്നും ആരും പഠിക്കുന്നില്ല. യൂണിയൻ കാർബൈഡ് ഫാക്ടറി ട്രാജഡിയിൽ 12,000-ഓളം ആൾക്കാർ ആ പരിസരത്തുള്ളവർ മരിച്ചപ്പോൾ ആ ഫാക്ടറിയുടെ ചുറ്റുമതിലിൽ മുളങ്കമ്പ് വെച്ചിട്ട് അതിൽ വൈക്കോല് പാകി അതിൽ ചാണക വരളി പാകിയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് തറയിൽ ചാണകം മെഴുകി അതിൻ്റെ അകത്ത് കിടന്നവരാരും മരിച്ചില്ല. അപ്പോൾ ഫ്രാൻസുകാരന് ഇത് കണ്ടുപിടിക്കണമല്ലോ. അവൻ ഈ ചാണകം കൊണ്ടുപോയിട്ട് അവൻ്റെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് തെളിഞ്ഞു അത്രയും മാരകമായ വിഷം പുറത്തു വന്നപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് ഈ ചാണകത്തിനുണ്ടെന്ന് അവൻ കണ്ടുപിടിച്ചു. അപ്പം നമ്മുടെ കുറേ ആൾക്കാരുടെ തലയിൽ കയറിയുടെ ഇത് കൊള്ളാമല്ലോ, ഇവൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ജനിക്കുന്നതിന് മുമ്പ് അവൻ്റെ രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭാരതത്തിലെ ഋഷിവര്യന്മാരും നമ്മുടെ പൂർവികരും നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ കിടന്നതൊക്കെ ചാണക വീട്ടിലല്ലേ, ചാണകം മെഴുകിയ തറയിലല്ലേ കിടന്നത്. നമ്മൾ ശുദ്ധീകരിക്കുന്ന ചാണകം എടുത്തിട്ടല്ലേ, എന്ത് അശുദ്ധമായാലും അത് ശുദ്ധീകരിക്കുന്ന ചാണകം എടുത്തിട്ടല്ലായിരുന്നോ? അപ്പം നമ്മുടെ പൈതൃകത്തെ നമ്മളിൽ നിന്ന് അകറ്റിച്ചു. വൈദേശിക പാശ്ചാത്യ സംസ്കാരം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും കാരണം. അതിൽ നമുക്ക് മാറി ചിന്തിക്കാനായിട്ട് സാധിക്കണം. ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത്, അവരുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്,
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞില്ലേ നമ്മുടെ ഹൈന്ദവർ? ഇതിന് മാറ്റം വരണ്ടായോ? അവിടാണ് നമ്മുടെ പ്രകൃതിയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തണം, കാർഷിക വൃത്തിയിലേക്ക് നമ്മളെ അവരെ കൈപിടിച്ചുയർത്തണം. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ അപ്പൂപ്പൻ്റെ കൂടെയും തൂമ്പ, ഒരു കൊയ്ത്തരുവാൾ, ചെറിയൊരു തൂമ്പയാണ്, ഒരു കൈത്തുമ്പ എന്ന് പറയും, ഇത്രയേ ഉള്ളൂ. അതുമായിട്ട് നമ്മളും പോകുമായിരുന്നു. ഇന്ന് എത്ര പേര് മണ്ണിലിറങ്ങും? മണ്ണിലേക്ക് ഇറങ്ങത്തില്ല. വീടിനുള്ളിൽ പോലും ചെരുപ്പിടുന്ന ഒരു സമ്പ്രദായം. പുതിയ പഠനം കണ്ടിരിക്കുകയാണ്, മണ്ണിൽ കളിക്കാത്ത, മണ്ണിൽ കളിച്ച് ജീവിക്കാത്ത കുട്ടികളിൽ ആസ്മ രോഗം കൂടുന്നു എന്ന് ഫ്രാൻസുകാരൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മണ്ണിലിറങ്ങുന്നില്ല, യാതൊരു ബന്ധവുമില്ല മണ്ണിൽ. അപ്പം മണ്ണിലേക്ക് ഇറങ്ങുക, പ്രകൃതിയിലേക്ക് ഇറങ്ങുക. പ്രകൃതിയിലേക്ക് ഇറങ്ങി നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായ മാറ്റത്തിന് നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. അത് പശു അധിഷ്ഠിത ജീവിത രീതിയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതിനെ കൊന്നു തിന്നാനുള്ളതല്ലെന്ന്, യുഗങ്ങളായിട്ടുള്ളതാണെന്ന്. ഇവിടെ പണ്ട് നമ്മുടെ ഋഷിവര്യന്മാരെ പണ്ടൊരു കഥ തന്നെയുണ്ട്. അതായത് കാർത്തി വീരാർജുനൻ എന്ന് പറഞ്ഞ 1000 കൈയുള്ള, 1000 കൈ എന്ന് പറഞ്ഞാൽ രാവണന് 10 തല പോലെ, 10 തലയല്ല, അത്ര ശക്തിയുള്ള കാർത്തി വീരാർജുനനും അദ്ദേഹത്തിൻ്റെ 1000 ഭടന്മാരും വേട്ടയ്ക്ക് പോയി, കാട്ടിൽ വേട്ടയ്ക്ക് പോയി. ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്ന് ക്ഷീണിതരായപ്പോൾ അവർക്ക് വിശന്നു, അവർക്ക് വെള്ളം കുടിക്കണമായിരുന്നു. അങ്ങൊരു ദൂരെ അവർ കണ്ടു, ഒരു പുക ഇങ്ങനെ പോകുന്നു, ഒരു പൗർണശാല കണ്ടു. അങ്ങനെ ആ പൗർണശാലയിൽ കാർത്തി വീരാർജുനും 1000 മക്കളും അവിടെ എത്തുകയാണ്, 1000 ഭടന്മാരും. അങ്ങനെ അവിടുന്ന് അവർക്ക് മൊത്തം ആഹാരം ആ മഹർഷി കൊടുത്തു എന്നുള്ള. ആ മഹർഷിയുടെ പേരാണ് ജമദഗ്ധ മഹർഷി. ശ്രദ്ധിച്ചു കേൾക്കണേ. 1000 പേര് അന്ന് അവിടെ ചെന്ന അതിഥികൾക്കെല്ലാം ആശ്രമത്തിൽ നിന്ന് ആഹാരം കൊടുത്തു. അങ്ങനെ ഈ മന്ത്രി കാർത്തി വീരാർജുനെ അറിയണം, എവിടുന്നാണ് ഈ അത്ഭുതം സംഭവിച്ചത്? ഇത്രയും എളുപ്പം ഇത്രയും ആഹാരം ഞങ്ങൾക്ക് തരാൻ സാധിച്ചു? ഇതിൻ്റെ രഹസ്യം അറിയാൻ പറഞ്ഞ മന്ത്രി പോയിട്ട് ജമദഗ്ധ മഹർഷിയോട് ചോദിച്ചു. അത് അവൾ തന്നതാണ്. അപ്പോൾ ആര് തന്നതാണ്? അത് കാമധേനു തന്നതാണ്. അപ്പോൾ എന്താ, നല്ലതല്ല അന്ന് രാജാക്കന്മാരുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അവകാശപ്പെട്ടതല്ലേ, ഇതിനെ നമുക്ക് കൊണ്ടുപോകണം. അങ്ങനെ അവർ തമ്മിൽ വാക്തർക്കങ്ങളുണ്ടായി. എന്ത് ചെയ്താൽ കൊടുക്കത്തില്ല ജമദഗ്ധ മഹർഷി. അവസാനം ഭയങ്കരമായിട്ട് യുദ്ധം നടക്കുന്നു. അപ്പോൾ ഒരു പഠനം അങ്ങോട്ട് ഇരുന്ന് കൊമ്പയിൽ ഒരു കൊമ്പും കൊണ്ട് അതിനെ തട്ടി എറിഞ്ഞു. അടുത്ത പഠനം വന്നു, അവനെ എറിഞ്ഞു. കാലുകൊണ്ട് തട്ടുന്നു, കൈകൊണ്ട് തട്ടുന്നു. ഘോര യുദ്ധം നടന്നു. അങ്ങനെ ജമദഗ്ധ മഹർഷിയെ വധിച്ചിട്ട് ഈ കാമധേനുവിനും കൊണ്ട് ഇവർ പോവുകയാണ്. ആലോചിച്ച് നോക്കിയേ. അങ്ങനെ അവിടുന്ന് കാർത്തി വീരാർജുനൻ അവൻ്റെ അന്തഃപുരത്തിലേക്ക് പോവുകയും, അങ്ങനെ ജമദഗ്ധ മഹർഷിയുടെ മകൻ, പറയാമോ ആർക്കെങ്കിലും ആരാന്ന്? പരശുരാമൻ ഇങ്ങനെ നാടൊക്കെ കറങ്ങിയിട്ട് ഇങ്ങനെ വന്നപ്പം അച്ഛൻ്റെ ശിരസെറ്റ് കിടക്കുന്ന കണ്ടത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹത്തിന്, ആരാണ് ഇത് ചെയ്തതെന്ന്. അങ്ങനെ അവിടുന്ന് കലി തുള്ളി പോയിട്ട് ഈ 1000 മക്കളെയും കൊന്ന് ഈ കാർത്തി വീരാർജുനെയും വധിച്ച്, അങ്ങനെ ഒരു വലിയ മഹായുദ്ധം തന്നെ. അങ്ങനെയാണ് 21 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കറങ്ങി പരശുരാമൻ യുദ്ധം ചെയ്ത് ആൾക്കാരെ കൊന്നത്. ആ ദേഷ്യത്തിന് അച്ഛനെ കൊന്ന് കാമധേനുവിന് വേണ്ടിയിട്ടാണ് ആലോചിച്ച് വെക്കണം. ആ അങ്ങനെയാണ് പോയിട്ട് സമന്തക നദിയിൽ പോയിട്ട് പരശു കഴുകി പിതൃതർപ്പണം പരശുരാമൻ ചെയ്തെന്നുള്ള കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയോ കാലങ്ങൾക്ക് മുമ്പേ തന്നെ പശുവിൻ്റെ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കണം. പാലാഴി കടഞ്ഞപ്പം കിട്ടിയത് എന്താണ്? ഈ പാലാഴി കടഞ്ഞപ്പോഴും ഏറ്റവും നല്ലതെല്ലാം ദേവേന്ദ്രനല്ലേ, ഇന്ദ്രന്മാർ കൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയും കിട്ടിയത് പശുവല്ലേ, കാമധേനു. അപ്പോൾ ആ കാമധേനുവാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ തള്ളി ഇറക്കി വിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരണം. അതിനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതോടുകൂടി നമ്മുടെ ഭൂമി, നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ ജൈവ വൈവിധ്യമുള്ളതാകും. പഴയകാല ചെടികളും സസ്യലതാദികളും ഒക്കെ അവിടെ പുഷ്ടിക്കട്ടെ. തുമ്പിയും ചിത്രശലഭങ്ങളും വണ്ടുമൊക്കെ വരട്ടെ അവിടെ. നാടൻ കോഴി വരട്ടെ, നാടൻ പൂച്ച വരട്ടെ, നാടൻ പട്ടി വരട്ടെ. എല്ലാം നാടനെ സംരക്ഷിക്കുക. ആ തനതായിട്ടുള്ള ജീവിത ശൈലിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലാതെ നിങ്ങളിവിടെ ഇരിക്കുന്ന കുറേ അമ്മമാരുണ്ട്, ഞാൻ നിങ്ങളെ കുറ്റം പറയാൻ വെളിയിലിറങ്ങുമ്പോൾ എന്നെ ചീത്തയും വിളിക്കല് ദേവിയത്. നിങ്ങൾക്കും വലിയൊരു പങ്കുണ്ട് ഈ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടതിൽ. കാര്യം നിങ്ങൾക്ക് തമിഴ്നാട്ടുകാരൻ കൊണ്ടുവരുന്ന ആ വിഷം തിന്നതിലേ പറ്റൂ. അത് നിങ്ങളിങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് റോഡിലൊക്കെ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ കഴുകി വെക്കുമ്പം സ്പ്രെയിൻ്റൊക്കെ അടിച്ചിട്ടായി വെക്കുന്നത്, സ്പ്രേ ഒക്കെ അടിച്ച് തിളങ്ങുന്നത്. നിങ്ങളത് വാങ്ങിച്ചുകൊണ്ട് വന്ന് പാവം പിടിച്ച പുരുഷന്മാർ, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, ആരോ അല്ല, അവർക്ക് വെച്ച് കൊടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങളൊന്ന് തീരുമാനിക്കണം ഇനി ഇത് നമുക്ക് വേണോ? നമ്മുടെ വീട്ടിൽ കൃഷി ഇറങ്ങണം. കൃഷി ചെയ്യാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ കഴിക്കൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്ത് നിങ്ങൾ അതിലേക്ക് കടങ്ങണം. ഒരു പശുവിനെ വളർത്തണം. നിങ്ങൾ ആ പശുവിനെ വളർത്തി അതിൻ്റെ ചാണകവും മൂത്രമൊക്കെ കൈ കൊണ്ട് എടുക്കുക. ഒരു രോഗം വരുമല്ല, വെറുതെയാന്ന്.
നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നടുവിന് വേദന, ഉടമ്പിന് വേദന, കൈക്ക് വേദന, കാലിന് വേദന. നിങ്ങൾ പണ്ട് ചെയ്തതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ അതല്ലേ വിഷയം. ഇപ്പോഴത്തെ സ്ത്രീകൾ പോലും പ്രസവിക്കാൻ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. മക്കൾക്ക് മുല പോലും കൊടുക്കാൻ പറ്റുന്നില്ല. പുക്കിൾക്കൊടി ബന്ധമേ ഇല്ല. ഇപ്പം എല്ലാം കീറിയെടുക്കുന്നതുകൊണ്ട് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഉരൽ കുത്താം അല്ലേ, വ്യായാമമാണ് അല്ലേ. 2 പേര് 3 പേരൊക്കെ ഉരലിനകത്ത് കുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അമ്മയുടെ അനിയത്തി ചേട്ടത്തിയൊക്കെ കുത്തുന്ന കണ്ടിട്ടുണ്ട്. എന്തൊരു എക്സസൈസ് ആയിരുന്നു. അതിന് വരെ ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് അടിക്കുക. ജിമ്മിൽ അടിക്കുന്നവരെ വീട്ടിലുള്ള ആണുങ്ങളെയും ഇടിക്കുകയാണല്ലോ. പിന്നെന്താ വേണ്ടത്? ആലോചിച്ച് നോക്കിക്കേ. കുറച്ചൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലേ. അരിയാട്ടുക അല്ലേ, തിരിച്ചു മറിച്ച് അരിയാട്ടുക, കിണറ്റിൽ നിന്ന് വെള്ളം കോരുക, അരകല്ലയിൽ അരയ്ക്കുക. ഇതൊക്കെ വലിയൊരു വ്യായാമമായിരുന്നെന്ന്. ഇതൊക്കെ തിരിച്ചു വരണമെന്ന്. മിക്സിയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റുക. പൈസ ചിലവല്ലേ, കറണ്ടിന് പൈസ ചിലവല്ലേ. കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ മോട്ടർ അവിടെ നിൽക്കട്ടെ കുറച്ച് നേരം. കിണറ്റിൽ നിന്ന് നിങ്ങൾ മോട്ടറിൽ വെള്ളം എടുക്കുമ്പോൾ അവിടെയും ജൈവ വൈവിധ്യമുണ്ട്. ആ കിണറ്റിനുള്ളിൽ വസിക്കുന്ന പലതരം ജീവികൾക്ക് അവിടെ ഓക്സിജൻ എത്തുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ ജൈവ വൈവിധ്യം വരണമെങ്കിൽ അതിനെ തൊട്ടി ഇറങ്ങട്ടെ, വെള്ളം ഒന്ന് ശുദ്ധമാകട്ടെ, ഒന്ന് അനങ്ങട്ട് വെള്ളം. മറ്റേ പൈപ്പ് അടിയുന്നല്ലേ കൊണ്ടുവരുന്നത്. മേളിലെ കൂത്താടിയൊക്കെ ഒന്ന് മാറി ആ കിണറിനൊക്കെ ഒരു ഐശ്വര്യം വരത്തില്ലേ. അപ്പം നിങ്ങൾ അമ്മമാർക്കും വലിയ പങ്കുണ്ട് ഈ ജൈവ വൈവിധ്യത്തെ നിലനിർത്തുന്നത്. അപ്പോൾ ഈ ജൈവ വൈവിധ്യത്തെ നിലനിർത്തണമെങ്കിൽ പഞ്ചഭൂതത്തെ കൂടെ നമ്മൾ സംരക്ഷിക്കണം, വേണ്ടയോ? ആ പഞ്ചഭൂതത്തെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പുഷ്പഗിരി ആശുപത്രിയിലോ അല്ലെ ബിലീവേഴ്സിലോ ഒരു 10 ദിവസം ICU കിടന്നു കഴിഞ്ഞാൽ, ഒരു ദിവസം ICU കിടക്കുന്നതിൻ്റെ ഓക്സിജൻ കയറ്റുന്നതിന് 3500 രൂപ. 10 ദിവസം കിടന്നാൽ 35,000 രൂപ. അപ്പം നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ വലിച്ചു കയറ്റുന്ന എന്തുമാത്രം ഓക്സിജനാണ്. ഫ്രീ ആയിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റുമല്ലേ. എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുത്തുമില്ലേ ഈ പ്രകൃതിക്ക്? എന്തെങ്കിലും ഞാനൊരു ചെടി നടാം, ഞാനൊരു 10 പുഷ്പങ്ങളുള്ള ചെടി നടാം. ചെമ്പരത്തി നടാമെന്ന് ഒന്നുകൂടെ ഗംഭീരമായിരിക്കും. ചെമ്പരത്തി നട്ടാൽ എന്താ ഗുണം? എന്താ ചേച്ചി? പൂവുണ്ടാവും. പിന്നെന്തൊക്കെയാ? ചെവിപ്പറയിൽ വെക്കാം. കണ്ടിട്ടില്ലേ ചെവിപ്പറയിൽ? മണിച്ചിത്രത്താഴില്ലാന്ന് തോന്നുന്നില്ലയോ പപ്പു ചെവിപ്പറയിൽ വെക്കുന്നത്? ചെമ്പരത്തി ചെവിപ്പറയിൽ മാത്രം വെക്കാൻ പറ്റിയല്ല, ഔഷധമാണ്. ചെമ്പരത്തിയുടെ മുട്ടയിട്ട് നിങ്ങൾ തോരൻ വെച്ച് കഴിച്ച്, അതിൻ്റെ കിളുന്നില തോരൻ വെച്ച് കഴിച്ച് മരുന്നാണ്. ചെമ്പരത്തിയുടെ പൂവെടുത്തിട്ട് തല കഴുകാനായിട്ട്, മുടിയുടെ ശോഭ വർദ്ധിക്കാനായിട്ട് ഒന്നാന്തരം മരുന്നായത്. ചെമ്പരത്തിയുടെ മൊട്ട് ഉണക്കിയിട്ട് നിങ്ങൾ ചായ അനത്തി കുടിക്കുന്നത് എല്ലാം പ്രകൃതി എന്നുള്ള. മുല്ലയുടെ മൊട്ട് അത് ഉണക്കിയിട്ട് നിങ്ങൾ ചായ അനത്തി കുടിക്കുക. ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വെച്ചൊക്കെ പാക്കറ്റിലാക്കി, എന്നിട്ട് കുറേശ്ശെ എടുത്തിട്ട് വെള്ളത്തിനകത്തോട്ട് തിളപ്പിക്ക് കുടിച്ചേ. എന്തോ മരുന്നാണെന്നറിയോ ഇതൊക്കെ? ഇതൊക്കെ ചൈനക്കാരന് കൊറിയക്കാരും ഒക്കെ കഴിക്കുന്നതാ. അപ്പം നമ്മുടെ പ്രകൃതി തന്നെ ഇതെല്ലാം ഉണ്ട്. തിരിച്ചു വരട്ടെ ഇതൊക്കെ. നിങ്ങളിത് അമ്മമാരോട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പരിസരത്ത് ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. കൊണ്ടുവരാൻ പറ്റുമല്ലയോ? വരട്ടെ, തിരിച്ചു വരട്ടെ. ഈ ജൈവ വൈവിധ്യത്തെ തിരിച്ചു കൊണ്ടുപോവാ. അങ്ങനെ നമ്മുടെ ഈ പഞ്ചഭൂതത്തെ രക്ഷിക്കണം. മുമ്പേ പറഞ്ഞ ഭൂതങ്ങളല്ല, ആ 5 എലിമെൻറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. ആ ജൈവ വൈവിധ്യം പശുവിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പശുവിന് നമുക്ക് എന്താ തരുന്ന? പശു ചാണകം, മൂത്രം, പിന്നെന്താ തരുന്നത്? പാല്. ആ പാല് തൈരാകുന്നു, വെണ്ണയാകുന്നു അല്ലേ. വെണ്ണ തൈരാകുന്നു, നെയ്യാകുന്നു, പനീറുണ്ടാക്കുന്നു, സംഭാരം ഉണ്ടാക്കുന്നു. എത്ര ഐറ്റംസ് ആണെന്ന് ആലോചിച്ച് നോക്കണം പശുവിൻ്റെ പാലിൽ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് കിട്ടുന്നത്. പഞ്ചഭൂതമാണത്. ആ പഞ്ചഭൂതം ലൈവായിട്ട് ആ നെയ്യ് കിട്ടുന്ന നെയ്യ് വെണ്ണയായിട്ട് ഒരു വിളക്കിനകത്ത് ആ നെയ്യ് ഒഴിച്ചിട്ട് തിരി കത്തിച്ചാൽ എന്ത് കത്തും? തിരി കത്തും അല്ലേ. തിരി കത്തുന്നെങ്കിൽ ഞാൻ നിർത്തിക്കോളാം എളുപ്പം. തിരി കത്തുന്നെങ്കിൽ അതിൻ്റെ എനർജി എവിടെ നിന്നാണ് വന്ന് പറ? ദ സോഴ്സ് ഓഫ് എനർജി ഫ്രം വെയർ? ആ തിരി കത്തി അല്ലേ. തിരി എന്തിനാണ് ഇട്ടത്? നമ്മൾ വെണ്ണയ്ക്കകത്ത് ഇട്ടു. അപ്പം തിരി കത്തി. ആ തിരി കത്താനുള്ള എനർജി, ഊർജം എവിടെ നിന്നാണ് കിട്ടിയേ? ഞാനിത് കുട്ടികളോട് സാധാരണ ചോദിക്കുന്ന, നെയ്യിൽ നിന്ന് കിട്ടി. നെയ്യിൽ അത് എവിടെ നിന്ന് വന്നു? കേൾക്കത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. അപ്പോൾ എന്താണ്, എവിടെ നിന്നാണ് ആ ഊർജ്ജം? അവിടെ വന്നല്ലേ. അത് കത്തിയെങ്കിൽ ഒരു ഊർജ്ജമുണ്ട്. അപ്പം ഈ സൂര്യൻ, ഈ ഭഗവാനെ, ആ സൂര്യനെ ഭാരതീയർ ഒന്ന് ആരാധിച്ചപ്പോൾ അവൻ പ്രാകൃതനായി, അവൻ വിശ്വാസിയായി, അവന് വിവരമില്ലാത്തവനായി. ആ ഭഗവാനെയല്ലേ നമ്മൾ വിളിച്ചത് അല്ലേ? ഓം ഭൂം ഭുവസ്വഗ തത്സവിദൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഭഗവാനെ പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റ് വെള്ളം അങ്ങോട്ട് ഒറ്റക്കാലിൽ നിന്നിട്ട് ഒഴിച്ചിട്ട് അവനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ. ഈ സാധനം കത്തിയില്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ജീവിച്ചിരിക്കുമോ? ഭാരതീയർ പ്രകൃതി ആരാധിച്ചതിൻ്റെ തെളിവല്ലേ.
സൂര്യനിൽ ഹീലിയം കത്തുന്നു. ആ ഹീലിയം എന്ന് കത്ത് നിൽക്കുന്നോ അന്ന് കഴിഞ്ഞെല്ലാം. പിന്നെ എല്ലാം ഇരുട്ടാണ്. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വല്ലതും ഉണ്ടോ? അപ്പോൾ ആ സൂര്യനിൽ നിന്ന് ആ തേജസ്, ആ എനർജി ഭൂമിയിലേക്ക് വരെ വരുമ്പോൾ ഇവിടുത്തെ സസ്യലതാദികൾ അത് ശേഖരിച്ചു വെക്കുന്നു. വിവിധങ്ങളായിട്ടുള്ള സസ്യലതാദികൾ അവിടുന്ന് വരുന്ന എനർജി, വിവിധങ്ങളായിട്ടുള്ള എനർജി. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. തൊട്ടാവാടിയുടെ ഗുണമാണോ കുറുന്തോട്ടിക്ക്? കുറുന്തോട്ടിയുടെ ഗുണമാണോ കമ്മ്യൂണിസ്റ്റ് ചെടിക്ക്? കമ്മ്യൂണിസ്റ്റ് ചെടിയുടെ ഗുണമാണോ മുയൽച്ചെവിയന്? ആണോ? എല്ലാ സസ്യലതാദികളും ആ ജൈവ വൈവിധ്യത്തെ, ആ സൂര്യനിൽ നിന്ന് വരുന്ന ആ കിരണങ്ങളിൽ നിന്ന് വധിക്കുന്ന ആ ഊർജത്തെ ശേഖരിച്ച് വെച്ച് മനുഷ്യനും മറ്റുള്ള പക്ഷിമൃഗാദികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇട്ട് തന്നിരിക്കുക. അതിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ദുരുപയോഗം ചെയ്തത്. പ്രായശ്ചിത്തം ചെയ്യണം നമുക്ക്. ആ സൂര്യനിൽ നിന്ന് തന്നെ എനർജി ആ സസ്യലതാദികളിലൂടെ അത് ഭക്ഷിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ എനർജി കിട്ടിയപ്പോൾ, ആ ചെടി വളർന്ന് പന്തലിച്ച് അതിൻ്റെ ഇലകൾ ഭക്ഷിച്ച പശുക്കൾ, വിവിധങ്ങളായിട്ട് ഇലകൾ ഭക്ഷിച്ച പശുക്കൾ, അത് നമുക്ക് പാല് ചുരത്തി തന്നു. ആ പാല് തൈരായി, വെണ്ണയായി, നെയ്യായി, വെണ്ണയായെങ്കിൽ ആ വെണ്ണയെ തിരിയിട്ട് കത്തിക്കുന്നെങ്കിൽ അതിൽ വന്ന ഊർജം എവിടുന്നാണ്? സൂര്യനിൽ നിന്ന്, ആ ഭഗവാനിൽ നിന്ന് വന്നതാണ്. ഭാരതീയരുടെ ഭഗവാൻ എന്ന് വിശേഷിപ്പിച്ച അങ്ങനെ ഓരോന്നിനും ആ സൂര്യൻ കത്തിയെങ്കിൽ മാത്രമേ ഇതുണ്ടാകത്തുള്ളൂ. സസ്യലതാദികൾ ഉണ്ടെങ്കിലല്ല അത് ഓക്സിജനുള്ളൂ. അപ്പോൾ ഓക്സിജൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അപ്പോൾ സസ്യലതാദികൾ നമുക്ക് വേണം. ധാരാളം ഓക്സിജൻ നമുക്ക് വേണമെങ്കിൽ സസ്യലതാദികൾ പുഷ്ടിക്കണം. സസ്യലതാദികൾ ധാരാളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മണ്ണിലേക്ക് ജലം വരുന്ന, ഈ മഴ പെയ്യുമ്പോൾ ആ വെള്ളമൊക്കെ ശേഖരിച്ച് വെച്ച് നമ്മുടെ മണ്ണിൽ ഉഷ്ണകാലത്ത് വരുമ്പോൾ അവിടെയുള്ള മറ്റുള്ള ജീവികൾക്കൊക്കെ കൊടുക്കുവാനായിട്ട് സാധിക്കൂ. അങ്ങനെ നമ്മുടെ ജൈവ വൈവിധ്യത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിശ്വമാതാവായ ഗോമാതാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ ഒരു രക്ഷയുമില്ല. നിങ്ങൾ എന്ത് വേണേലും ചെയ്തു, ഒരു രക്ഷയുമില്ല. തിരിച്ച് പഴയകാല ജീവിത ശൈലിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പോകാൻ സാധിക്കണം. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. എന്തേടാ ചെടി ഓച്ചറല്ലേ പ്രസാദം? അത് ജൈവം നമ്മൾ പ്രകൃതിയുമായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ചട്ടമ്പിസ്വാമിയൊക്കെ ഉണ്ടല്ലോ, സിംഹത്തിനോടും പാമ്പിനോടും പട്ടിയോടും ഒക്കെ സംസാരിക്കുമായിരുന്നു. പ്രകൃതിയുമായിട്ട് ഇഴുകി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കണം. അത് വിശ്വമാതാവായ പശുവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക്, എനിക്ക് എൻ്റെ ഗോശാലയിൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും വരാം. കാര്യം ഞാനും സച്ചിദാനന്ദ സ്വാമിയും കൂടെ ഒരു 8 മാസം മുമ്പ് ഒരാഴ്ച ഈ കേരളത്തിനെക്കുറിച്ച് എനിക്ക് അതുകൂടെ പറയണം. സന്യാസിമാരില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാം കൃത്യമായിട്ട്. കാര്യം കേരളത്തിലെ സന്യാസിമാരൊക്കെ പെരക്കാത്തിരിക്കുന്നവർ, ആശ്രമത്തിന് വെളിയിൽ ഇറങ്ങത്തില്ല. വെളിയിലോട്ട് ഇറങ്ങണം. സന്യാസിമാരെ കാണണമെങ്കിൽ നോർത്ത് ഇന്ത്യ ചെല്ലണം. എനിക്ക് മുണ്ടുകൊടുക്കാൻ അറിയുമ്പോൾ തന്നെ വിരിഞ്ഞു പോകും. അതായത് സച്ചിദാനന്ദ സ്വാമിയെ ഒരു ആശ്രമത്തിൽ കൊണ്ടുപോയി ഞങ്ങളിവിടുന്ന്. സച്ചിദാനന്ദ സ്വാമി മാത്രമല്ല, 3 സമ്പ്രദായത്തൊക്കെ ഉള്ളവരെ തമ്മിൽ ബന്ധിപ്പിക്കുമായിരുന്നു ലക്ഷ്യം. അത് അഡ്വക്കേറ്റ് മുരളീധരൻ ഉണ്ണിത്താൻ സാറും ഉണ്ട്, ഞാനും ഉണ്ട്, സച്ചിദാനന്ദ സ്വാമിയും ഉണ്ട്, നമ്മുടെ പ്രജ്ഞാനന്ദ സ്വാമിയുണ്ട് വാഴൂർ ആശ്രമത്തിൽ. ലിംഗായത്ത് സഭയുടെ 2600 ഏക്കറിൽ ഗോശാലയുള്ള 2200ഓളം ഗോക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്വാമിജിയുണ്ട്. അവിടുത്തെ 149ാമത്തെ മഠാധിപതിയാണ് ഈ അദൃശ്യ കാളസിദ്ധേശ്വര സ്വാമിജി. അപ്പം സച്ചിദാനന്ദ സ്വാമിയുമായിട്ട് ഞങ്ങളിങ്ങനെ ഒരാഴ്ചയൊക്കെ ജീവിക്കുകയാണല്ലോ, മനസ്സ് തുറന്ന് സംസാരിക്കുക, ചെരുപ്പിടാതെ ഞങ്ങൾ ഈ ഏക്കറോളം കണക്കിൽ ആ ഭൂമിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അപ്പോൾ എൻ്റെ അവിടുത്തെയൊക്കെ ഇവിടെ ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് സ്വാമിയോട് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇവന്മാരെന്നെ വെച്ചൊക്കെ പോന്ന് ഇവിടെ വന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പറഞ്ഞ കാര്യമാണ്. സച്ചിദാനന്ദ സ്വാമി ജീവിച്ചിരിപ്പുണ്ടല്ലോ. കാര്യം പരിവർത്തനം ഉണ്ടാണ്. ഈ കേരളത്തിന് പുറത്തേക്ക് നമുക്കൊന്ന് പോകണം. വിവേകാനന്ദ സ്വാമി പറഞ്ഞ ദ ഫ്രോഗ് ഇൻ ടു ദ വെൽ. കേരളം അഗാധമായ കിണറാണ്. ഈ കിണറ്റിൽ കിടക്കുന്ന തവളക്കുഞ്ഞുങ്ങളാണ് നമ്മളൊക്കെ. നമ്മളെ ഓർത്തായിരിക്കും അമേരിക്കയിൽ ചെന്ന് സംസാരിച്ചു ഒരു പക്ഷെങ്കിൽ. കാര്യം അറിയാമല്ലോ, കടലിലെ തവള കിണറ്റിൽ വന്ന് വീഴുകയും വെള്ളം പൊങ്ങി കിണറ്റിൽ വന്ന് വീഴുകയും കിണറ്റിലുള്ള തവളകൾ എന്ത് ചെയ്തു? ഈ തവളക്കാട് ചോദിച്ചു, നീ എവിടുന്ന് വന്നു? അപ്പോൾ ഇവർ കുശുമ്പ് പറയാം, ഇതൊക്കെ കണ്ടോ, അവൻ്റെ നോട്ടം കണ്ടോ, അവൻ്റെ കളർ കണ്ടോ, അവൻ്റെ കണ്ണ് കണ്ടോ, ഉണ്ടക്കണ്ണ്, അവൻ്റെ കാലിൻ്റെ നീളം കണ്ടോ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവസാനമായിട്ട് നമുക്ക് ചോദിക്കാം, നീ ഇവൻ എവിടുന്ന വന്നത്? അപ്പോൾ ഇവനോട് ചോദിച്ചു. അവൻ പറഞ്ഞിട്ട്, ഇതെന്താ നിൻ്റെ കിണറും കടലുമായിട്ട്? ഞാൻ കടലിൽ നിന്നാണ് വന്നത്. കടൽ എങ്ങനെ ഇരിക്കും? കിണറ്റിൽ കിടക്കുന്ന ഞങ്ങളുടെ കിണറിനെക്കാട്ടും വലുതാണോ? ഇങ്ങനെയുള്ള ചർച്ചയായി അവസാനം ഈ കിണറ്റിലുള്ള തവളകളെല്ലാം കൂടെ എന്ത് ചെയ്തു? ഈ കടലിൽ നിന്ന് വന്ന തവളെ കടിച്ച് കശാപ്പാക്കി. മലയാളികൾ രക്ഷപ്പെടണമെങ്കിൽ ആർക്കോണം കഴിയണം. കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അഗാധമായ ഗർത്തത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് വിശാലമായ ഭാരതത്തെ ദർശിക്കാൻ സാധിക്കും.
യാത്ര ചെയ്യണം. യാത്ര ചെയ്ത് ഈ രാജ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ നമ്മുടെ ഭാരതത്തിൻ്റെ ദർശനത്തിന്, നമ്മുടെ സനാതന ധർമ്മത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ വിഷയത്തിൽ, ഞാൻ അവതരിപ്പിച്ച വിഷയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അല്ല, തെറ്റുകുറ്റങ്ങളോട് ക്ഷമിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 1 മിനിറ്റോ 2 മിനിറ്റോ അതിന് അനുവദിക്കുമെങ്കിൽ എൻ്റെ ഗോശാലയിലേക്ക് നിങ്ങൾ വരണം. അവിടെ വരുന്ന കാണുന്നതൊക്കെ ഫ്രീ ആണ്. അവിടെ വന്ന് ആ ഗോക്കളുടെ കൂടെ ഒരു ദിവസം നിൽക്കുക. അതിന് കുറച്ച് ആഹാരമൊക്കെ നിങ്ങൾ കൊണ്ട് കൊടുക്കുക. കുട്ടികളെ കൊണ്ട് വരിക. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരമായിരിക്കും. എല്ലാ പാപങ്ങളും ഒരു ക്ഷേത്രത്തിലും പോയിട്ട് കാര്യമില്ല. നിങ്ങൾ വീട്ടിലൊരു ഗോക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു. എച്ചിലൊന്നും കൊടുക്കില്ല, നല്ല ആഹാരം ഗോക്കൾക്ക് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു നാടൻ പശുവിനെയും വളർത്തി കൃഷി സമ്പ്രദായ രീതിയിലൊക്കെ അതിലൂടെ ഒരു മുളക്, ഒരു കരിവേപ്പില, ഒരു വെണ്ട, ഒരു വഴുതനങ്ങ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആ പ്രസാദം വിളമ്പി നല്ല ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ ഭാരവാഹിയുടെ അനിലേട്ടനെയും ബിജുചേട്ടനെയും കൂടുതൽ ഇത് ഓരോ വർഷം ചെല്ലുന്നതോടും കൂടുതൽ ആൾക്കാരിലേക്ക് ഇതെത്തുകയും ഇത് ഒതുങ്ങി നിൽക്കാതെ SNDP ഈ വിഭാഗത്തിൽപ്പെട്ടവരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒന്നുകൂടെ വിശാലതയോടുകൂടി എല്ലാ ഹൈന്ദവരെയും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് ഹൈന്ദവ ദർശനം, സനാതന ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യകതയാണ്. ജാതിയും മതവും ഒന്നുമില്ല. ഗുരുദേവനടുത്ത് ഒരു വിഭാഗം ആൾക്കാർ ഒരിക്കൽ ചെന്നു പറഞ്ഞു, പ്രഭോ ഞങ്ങൾ അങ്ങോട്ടങ്ങ് പോവാന്ന് പറഞ്ഞാൽ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളങ്ങ് ക്രിസ്തുമതത്തിലേക്ക് പോവാണ്. അന്നേരം ചോദിച്ചു, എടാ നീ അവിടെ പോയിട്ട് എന്താ ഗുണം? മതമേതായാലും എന്താ, മനുഷ്യൻ നന്നായാൽ പോരെയോ? നീ അവിടെ ചെന്നാൽ നീ നന്നാകുന്നില്ല കാര്യമുണ്ടോ? നീ നന്നാകാനാന്ന് ഇവിടെ നന്നായ പോരോ? മതം മാറേണ്ട കാര്യമൊന്നുമില്ല. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യനാണ് നന്നാകേണ്ടത്. അപ്പം നമ്മളെല്ലാം മനുഷ്യരാണ്. സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സനാതന ധർമ്മം നിലനിന്നെങ്കിൽ മാത്രമേ ലോകത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. ഇത് വിശ്വമാതാവാണ് നമ്മുടെ ഭാരതം. അതിൽ നമുക്ക് മുന്നോട്ട് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നീങ്ങാൻ സാധിക്കട്ടെ. ജയ് ഗുരുദേവ്. നന്ദി, നമസ്കാരം.